പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. VPS ലേക്ഷോർ പ്രസൻസ് SKN40 തുടരുന്നു. ഹലോ, സന്തോഷം. വെൽക്കം ടു മാദിൻ ക്യാമ്പസ്. നല്ല വിലയുണ്ട്. സ്റ്റുഡൻസിന്റെ പ്രതിനിധികളായിട്ട് 33,000 സ്റ്റുഡൻസ് ആണ് നമ്മുടെ മാദിൻ അക്കാദമിയിൽ ഇപ്പോൾ ഉള്ളത്. 33,000 കുട്ടികൾ. അതിൽ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും സെലക്ടഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാദിൻ അക്കാദമിയിൽ 30,000 കുട്ടികൾ പഠിക്കുന്നു. 33,000. അത് വലിയ സ്ട്രെങ്ത് ആണല്ലോ. 118 കുട്ടികളുമായിട്ടാണ് തുടങ്ങിയത്. നഫൽ സാർ പറഞ്ഞു 118 കുട്ടികളായിട്ടാണ് തങ്ങൾ ഇത് തുടങ്ങിയത്. അങ്ങനെ 28 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ വി ഹാവ് 30,400 കുട്ടികളുണ്ട് ഇപ്പം ഇവിടെ. അതിന്റെ ഈ ക്യാമ്പസിൽ. അപ്പൊ അതിന്റെ പ്രതിനിധികളായിട്ടാണ്. I don't know in Asian record, but in Kerala, in India, it's maybe the record in a single campus. ഓ, അത് ശരി, അത് ശരി. അപ്പൊ ഇത്രയും കുട്ടികൾ അല്ലേ? ഓ, ഓക്കെ ഓക്കെ. ഇവര് നമ്മുടെ പബ്ലിക് സ്കൂളിലെ സ്കേറ്റിംഗ് ടീമാണ്. അപ്പൊ ഈ ഗുഡ് മോർണിംഗ് ഇങ്ങനെ കണ്ടിട്ട് കുറച്ചു കാലമായി. കണ്ട് വളരെ സന്തോഷം. ഖലീൽ ബുഖാരി തങ്ങൾ ഇദ്ദേഹം മതപണ്ഡിതനാണ്, ഇസ്ലാമിക് പണ്ഡിതനാണ്. അറിയാത്തൊരു ചുരുക്കമായിരിക്കും. പക്ഷേ ഈ പബ്ലിക് സ്കൂളിൽ ഇത്രയധികം ആൾക്കാർ പഠിക്കുന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. 33,000 കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. 55 സ്ഥാപനങ്ങളുണ്ട്. അതിൽ സ്കൂൾ ഓഫ് കോളേജ് ഓഫ് മാനേജ്മെന്റ്, കോളേജ് എഞ്ചിനീയറിംഗ്, പ്രത്യേകിച്ച് ഇവിടെ ഫോറിൻ ഭാഷകൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ എല്ലാ ഭാഷയും പഠിപ്പിക്കുന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ സന്ദേശമുണ്ട് കുട്ടികളൊക്കെ ലൈവില് കാണണം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും സ്ട്രെങ്തുള്ള സ്കൂളുകൾ വേറെ കാണില്ല, നന്നേ കുറവായിരിക്കും. ബെഞ്ച് മാർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മിംഹാർ. അഥവാ ഇതുവരെ 22,100 ഡ്രഗ് അഡിക്ട്സിനെ നമ്മൾ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മിംഹാർ ഞങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഏറ്റവും റിസൾട്ട് കാണുന്നതാണ് ഇതിന് ഡ്രഗ്സ് അഡിക്റ്റ് ആയവരെ. ഇത്രയും കാലത്തിനിടയ്ക്ക് 10-25,000 കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, രാവിലെ ഇവിടെ ഉച്ചയ്ക്ക് വന്നപ്പോ തന്നെ നേരത്തെ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത ഒരു സ്ഥാപനമാണെന്ന് ഒരു പറയുമായിരുന്നു ഇവിടെ. ഈ അതെ സന്തോഷത്തിലുള്ളതാണ്. ഞങ്ങൾ 1,00,000 പുസ്തകങ്ങൾ ഇതിനെതിരിൽ ഞങ്ങൾ സന്തോഷമാണ്. നിങ്ങളുടെ വിശദാംശങ്ങളൊക്കെ പറയായിരുന്നു. അതെ ഖലീൽ തങ്ങൾ നമ്മുടെ സ്വന്തം ആളാണ്. പിന്നെ AP ഉസ്താദ് നമ്മുടെ ചാനലിന്റെ ഒരു സ്വന്തം ആളാണ്. അവിടെ എന്നെ ഏറ്റവും ആകർഷിച്ച് എസ്കന്റെ എന്ത് പരിപാടികളാണെങ്കിലും പുതിയ വിവരം ശേഖരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും CBSE കുട്ടികൾ എൻറോൾ ചെയ്യുന്ന സ്കൂളാണിത്. ഇവര് SKN40 എന്നതാണ് ഇത്. SKN40 ആണ്. SKN40 ആകാശ ദൃശ്യത്തിൽ SKN40 ആണ് കാണുന്നത് നമ്മൾ. അതാണ് ഈ കുട്ടികൾ നിന്നിട്ട് SKN40 ആണ്. അതിന്റെ ആകാശ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ അവര് നിന്നിരിക്കുന്നത് SKN40 ആണ്. അപ്പൊ ഇതാണ് SKN. അതെ, SKN40. അതെ. ഞങ്ങളെല്ലാറ്റിലും കുട്ടികൾ ഒരു യൂണീക്ക് ആയിരിക്കും. സാറ് ചെയ്യുന്നത് ഏറ്റവും പ്രത്യേകമായിട്ട് ഈ ചാനലുകളുടെ കൂട്ടത്തിൽ കുറെ ചാനലുകൾ കഴിഞ്ഞ് പുതിയ ചാനൽ ബന്ധമെന്ന് കരുതുന്നു. പക്ഷെ എല്ലാ ചാനലുകളിലും വാർത്താ രംഗത്ത് മുൻനിരയിലെത്താൻ കഴിഞ്ഞല്ലോ. ഇത് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന വലിയ പ്രചോദനങ്ങൾ. നമുക്ക് വളരെ അടുപ്പം. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ അതേപോലെ ഞങ്ങളെപ്പോഴും ഉദാഹരണത്തിന് ഞങ്ങൾക്ക് പഠിച്ചിരുന്ന ഒരു കുട്ടി ചെയർമാൻ എഴുതിയ 1,00,000 കോപ്പികൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഒരു കൈപ്പുസ്തകമാണ്. ഈ റമദാൻ 26-നാണ് റിലീസിംഗ് കഴിഞ്ഞത്. 1,00,000 കോപ്പികൾ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട്. ഈ പുസ്തകത്തിലെ കണ്ടന്റ് എന്തുവാ? അതായത് ലഹരിയിൽ നിന്ന് അഡിക്റ്റ് അവരെങ്ങനെയാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്നുള്ളതാണ്. ഒരു 8 മാർഗങ്ങളാണ് പരിഹാര മാർഗങ്ങളായി പറയുന്നത്. അതായത് കുടുംബ ലഹരിയായി മാറണം. ഭാര്യക്ക് ഭർത്താവ് കുടുംബ ലഹരി, ഭാര്യക്ക് ഭർത്താവ് ലഹരിയാവണം, ഭർത്താവിന് ഭാര്യ ലഹരിയാവണം, മക്കൾക്ക് ഉമ്മയും ഉപ്പയും ലഹരിയായി മാറണം. ഏതൊരു മനുഷ്യനും ലഹരി ആവശ്യമാണ്. പക്ഷെ ആ ലഹരി ബുദ്ധിക്കോ ജീവിതത്തിലോ തകരാറ് പറ്റാത്ത ആസ്വാദനങ്ങൾ ഭാര്യ ഭർത്താവിൽ നിന്ന്, ഭർത്താവ് ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, അങ്ങനെ ഗുരുനാഥന്മാർക്ക് കുട്ടികൾ ലഹരിയാവണം.
കുട്ടികൾക്ക് അധ്യാപകർ ലഹരിയായി മാറണം. ഇടപെടലുകളിലൂടെ, സ്വഭാവങ്ങളിലൂടെ, സഭാ സംസ്കരണങ്ങൾ, പിന്നെ ഗവൺമെന്റ് കുറെ തീരുമാനങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിന്റെ ഒരു നിശ്ചിത അളവ്, അതൊക്കെ ഈ രാസലഹരി അല്ല. അപ്പൊ അതിന് ലഹരി എത്ര ചെറുതാണെങ്കിലും അതിന് കർശന തീരുമാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. മുമ്പ് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എടുത്തു മാറ്റാൻ പറ്റാത്ത ഒന്നായിരുന്നല്ലോ, അതെല്ലാം ശക്തമായ ഇടപെട്ടവർ തീർച്ചയായിട്ടും മാറ്റം. നമ്മളിനി എങ്ങോട്ടാ പോകേണ്ടത്? ഗാർഡ് ഓഫ് ഓണർ ഉണ്ട്, അവരുടെ കുട്ടികൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ എസ്കേനുള്ള ഗാർഡ് ഓഫ് ഓണർ ആണ്, SKN 40ക്കുള്ള ഗാർഡ് ഓഫ് ഓണർ. അത് പെട്ടെന്ന് SKN 40 കേട്ടപ്പോഴേ 40 വയസ്സിന്റെ ആഘോഷമാണ്, 40 വയസ്സിന്റെ ആഘോഷമാണ്. നമ്മുടെ സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ഇത് കഴിഞ്ഞു അല്ലേ? താങ്ക് യു. തുടങ്ങിയിട്ടുള്ളൂ. ഇതാ അപ്പൊ എന്തായാലും ഇവിടെ അങ്ങയുടെ സൗകര്യത്തിൽ വരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. കുറെ കാലമായി ഞങ്ങൾക്കൊരു വിശിഷ്ടാതിഥിയായിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. ഞങ്ങൾക്കൊരു സുവർണാവസരം ഞങ്ങൾ കാണണേ. കുടുംബമാണ് ലഹരി. തീർച്ചയായിട്ടും കുടുംബ ലഹരിയാണ്. അതെന്തായാലും നന്നായി. ഓ അപ്പൊ എന്തായാലും ഇത്രയധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നു, അവർക്കെല്ലാം അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന സ്ഥാപനമാണെന്ന് അറിയുമ്പോൾ വലിയ വലിയ സന്തോഷമായി. ഗുഡ് മോർണിംഗ് വിത്ത് SK എല്ലാ ദിവസവും കാണാറുണ്ട്. ഇതുവല്ലേ സൈൻ ലാംഗ്വേജ്. ഓ അത് ശരി. സൈൻ ലാംഗ്വേജ് ചെയ്യോ? സൈൻ ലാംഗ്വേജ് അവർ കാണിക്കുന്നു. SK സാറിനും ടീമിനും വാതിലിലേക്ക് സ്വാഗതം. താങ്ക് യു. ആ താങ്ക് യു എങ്ങനെ കാണിച്ചോളൂ ടീച്ചർ? അത് ഓക്കെ. അപ്പൊ എന്തായാലും നന്നായി അത് അല്ലേ? അപ്പൊ നമ്മുടെ TV-ലൊക്കെ സൈൻ ലാംഗ്വേജ് ഉണ്ട്. അത് ഇന്നിപ്പോ വളരെ നിർബന്ധമാണ്. വിദേശങ്ങളൊക്കെ ചെന്നാൽ എല്ലാ മേഖലയും പള്ളിയിലെ പ്രഭാഷണത്തിൽ വരെ സൈൻ ലാംഗ്വേജിൽ എല്ലായിടത്തും അവർക്ക് നൽകാവുന്ന ഒരു പരിഗണന വേണമല്ലോ. നമ്മളൊരു മേഖല ആരും അവഗണിക്കല് ശരിയല്ലല്ലോ. മാത്രമല്ല അവരിൽ കുറെ കഴിവുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അവർ അവഗണിക്കുന്നതിന് പകരം നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അവരെ കൊണ്ട് സമൂഹത്തിൽ കുറെ ചതി വഞ്ചനൊന്നും അവരിലുണ്ടാകൂല. അവർ നല്ല കഴിവുകൾ, ഞങ്ങൾ അവരെ വിളിക്കല് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ്, മനക്കരുത്തുകളുടെ അടിമ എന്നാണ് അവരെ കുറിച്ച് ഞങ്ങൾ പറയാറുള്ളത്. കാരണം ഇപ്പോഴും ഈ ബ്ലൈൻഡ്, ഡെഫ്, MR എന്നുള്ള പദങ്ങളൊക്കെ മാനസികമായി അവളെ തളർത്തുന്നതാണ്. അതേ സ്ഥാനം ഇപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടി 20 വയസ്സ് വരെ ഒന്നും പഠിക്കാതെ അങ്ങനെ 20 രക്ഷപ്പെടാൻ ഒന്ന് ABCD തൊട്ട് തുടങ്ങി 9 കൊല്ലം കൊണ്ട് SLC +1 +2 ഡിഗ്രി പഠിച്ചു ജലാബ്ദി. അങ്ങനെ 9ാമത്തെ വർഷം JRF കിട്ടിയപ്പോൾ SKN അതെടുത്തിട്ട് ഒരു ഡിസംബർ 3 അന്ന് വളരെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ ആ കുട്ടിക്ക് ജലീൽ ട്രേഡേഴ്സ് ടീം ഞങ്ങളോട് തെളിവുകൾ ചോദിച്ചു. ഞങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റും നൽകി. ഒരു 12 ലക്ഷം റുപ്യന്റെ കാറാണ് തടാകം ഫൗണ്ടേഷൻ നൽകിയത്. അപ്പൊ ഇങ്ങനൊക്കെ കുറെ കാര്യങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. JRF, SRF, അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് അതൊക്കെ ഒരു ലഹരിയാക്കി മാറ്റുക. കുട്ടികൾക്ക് സ്പോർട്സും കായികവും ലഹരിയാക്കണം. കായിക ലഹരി സ്പോർട്സിൽ കുട്ടികൾ കളിക്കളങ്ങൾ തുറന്നു കൊടുക്കാം. കുട്ടികൾ സംഗീതം, നാടകം, കുട്ടികൾക്ക് ആവശ്യമായ കഴിവുകൾ കണ്ടെത്തുകയൊക്കെ അങ്ങ് മുൻകൈ എടുത്ത് പലതും ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും കൂടി തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ 42 കൊല്ലം മലപ്പുറത്ത് എത്തിയിട്ട് മലപ്പുറത്ത് ആദ്യത്തെ കാലത്തെ റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 100% SLC പരാജയമുള്ള 125 ഹൈസ്കൂൾ ഉണ്ടായിരുന്നു. 5% മാത്രം വിജയമുള്ള 115 ഹൈസ്കൂൾ ഉണ്ടായിരുന്നു. ആ 42 കൊല്ലത്തെ പരിശ്രമ ഫലമായി ജില്ലാ പഞ്ചായത്തിന്റെ വിജയം
അതുപോലെ തന്നെ പണ്ഡിത സമൂഹവും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒത്തുകൂടിച്ചപ്പോൾ മലപ്പുറം ജില്ല കേരളത്തിൽ 1-ാം നമ്പറായി മാറി. സംസ്കാരത്തിലും സ്നേഹത്തിലും ഒത്തൊരുമയിലും കൂട്ടായ്മയിലും ഒക്കെ. അപ്പൊ ഈ യാത്ര തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടേയിരിക്കണം പ്രവർത്തനങ്ങൾ. എന്നിരുന്നാൽ നമുക്ക് ഇപ്പോഴുള്ള ദുസ്വഭാവങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് സമൂഹത്തിന് വലിയ മെസ്സേജാണ് കൊടുക്കാൻ കഴിയുന്നത്. എനിക്കറിയും പോലെ ഇത് വളരെ അപകടകരമാണ്. നമ്മളൊരു 10% പ്രതീക്ഷിക്കുന്നെങ്കിൽ നമ്മൾ ഈ ജില്ലകൾ കിടക്കുമ്പോൾ അറിയുന്നു ഇത് 300%. അത്രയും അപകടത്തിലായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ സമൂഹത്തിനെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ അപകടം. പിന്നെ അങ്ങോട്ട് നമുക്ക് റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ മാസം 20-ാം തീയതി കോഴിക്കോട് ബീച്ചിൽ, അതായത് മലയാളി ജനസമൂഹം എല്ലാ ജാതിമത ചിന്തകൾക്കും അതീതമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു വലിയ ശക്തി പ്രകടനം. ഇതൊരു ബിഗ് അൾട്ടിമാറ്റം ടു ദി ട്രക്ക് കക്ഷികൾക്കാണ്. അപ്പോൾ അവർക്കൊരു, അതായത് മലയാളി ജനസമൂഹം കാണിക്കുന്ന ഈ ഐക്യബോധം കെട്ടി പോകാനാ ഇവിടെ MDMA-കാരന് സാധ്യതയില്ല എന്ന് തെളിയില്ല. Assalamu alaikum and very good evening. SKN 40 കേരള യാത്രയുടെ ഭാഗമായിട്ട് മഅ്ദിൻ അക്കാദമി നടത്തുന്ന ഈ സ്വീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഅ്ദിൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഉറവ എന്നാണ്. ആ അറബിക് പദത്തിൽ നിന്നുമാണ് മഅ്ദിനായി മാറിയത്. 1997 118 കുട്ടികളുമായി ഒരു ചോർന്നൊലിക്കുന്ന പള്ളിയിൽ നിന്നും തുടങ്ങി 28 വർഷം കഴിഞ്ഞപ്പോൾ 55 സ്ഥാപനങ്ങളിലായി 33,000 കുട്ടികളുമായിട്ട് 15 വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ട് MOU ഉള്ള വലിയ ഒരു സ്ഥാപനമായി മഅ്ദിൻ മാറിയതിൻ്റെ കാരണം അക്കാഡമിക് ഡയറക്ടർ എന്ന നിലയ്ക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ഹാവ് 3 ആൻസേഴ്സ്. ഒന്ന്, ദ സ്ട്രോങ് വിഷണറി ലീഡർഷിപ്പ് ഓഫ് അവർ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, തങ്ങളുടെ ആ വിഷണറി ലീഡർഷിപ്പാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ഒരു മണ്ണിൻ്റെ ഐശ്വര്യം നേടിയ ക്യാമ്പസാണ് ഇത്. അതാണല്ലോ ഇതിന് സ്വലാത്ത് നഗർ എന്ന പേരുള്ളത്. മൂന്നാമത്തത് നല്ലവരായ നാട്ടുകാരുടെ സഹകരണവും. ഇതെല്ലാം കൂടിച്ചേർന്നപ്പോഴാണ് മഅ്ദിനായി മാറിയത്. സർ, അവരുടെ ടാഗ് ലൈൻ ഈസ് മഅ്ദിൻ മേക്സ് ടുമോറോ, മഅ്ദിൻ നാളെയെ സൃഷ്ടിക്കുന്നു എന്നതാണ് മഅ്ദിൻ അക്കാദമിയുടെ ടാഗ് ലൈൻ. 118 കുട്ടികളിൽ നിന്നും ഇവിടെ ഇപ്പോൾ pre-KG മുതൽ PDF വരെ പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിൽ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ മഅ്ദിൻ അക്കാദമിക്കുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ 10 ക്യാമ്പസുകൾ. ഈ മഅ്ദിൻ ക്യാമ്പസിൻ്റെ മുറ്റത്ത് നിങ്ങൾക്കൊരു ബോർഡ് കാണാം. 1998 എൻ്റെ സ്വപ്നങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് 10 സ്വപ്നങ്ങൾ ഉസ്താദ് എഴുതി വെച്ചു. അതിൽ ഒന്നാമത്തെ ഒരു സ്വപ്നമായിരുന്നു ഫ്രഞ്ച് ഫോറിൻ ലാംഗ്വേജ് സെൻറ്റേഴ്സ്, സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റർ, പബ്ലിക് സ്കൂളുകൾ, IT അക്കാദമികൾ, ഫാർമസി കോളേജുകൾ. അങ്ങനെ ഈ 13 സ്വപ്നങ്ങൾ എഴുതി വെച്ചപ്പോൾ മലപ്പുറത്തെ പത്രമാധ്യമങ്ങളിലെ ഒരു സീനിയർ എഡിറ്റർ എന്നോട് പറഞ്ഞത് ഓർമ്മിക്കുകയാണ്, ഈ തങ്ങൾക്ക് എന്താണോ മലപ്പുറത്ത് സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററോ, മലപ്പുറത്ത് CBSE സ്കൂളോ, മലപ്പുറത്ത് കോഡിംഗ് സെൻറ്ററോ, നമ്മുടെ സ്കൂളിൽ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും നല്ല കോഡിംഗ് സെൻറ്റർ ATL സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഡൾട്ട് ടിങ്കറിംഗ് ലാബ്, വിർച്വൽ റിയാലിറ്റിയും AR ഓഗ്മെന്റഡ് റിയാലിറ്റിയും മിക്സ്ഡ് റിയാലിറ്റിയും ഒരുമിച്ച് കൊണ്ട് കുട്ടികളെ പഠിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നത്? ഉസ്താദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ നോട്ട് ദ ബെസ്റ്റ്? എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടറിനോട് ന്യൂക്ലിയർ സയൻസിന്റെ പിതാവായ ഡോക്ടർ ഹൈമൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തായിരുന്നു അത്? നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എത്ര ശക്തി ഉപയോഗിക്കുന്നു എന്ന്. ലോകം മുഴുവൻ കാണുന്ന ഇന്റർവ്യൂവിൽ ജിമ്മി കാർട്ടർ ഒന്ന് വിറച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. അങ്ങനെയാണ് ജിമ്മി കാർട്ടർ ലോകപ്രശസ്തമായ ഒരു ബുക്ക് എഴുതിയത്, വൈ നോട്ട് ദ ബെസ്റ്റ്. SKN ഈ നടത്തുന്ന ഈ പദ്ധതി
ഈ പ്രോഗ്രാം, ഈ മഹത്തായ ജേണി മഹദിൻ അക്കാദമിയും തമ്മിൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു കോറിലേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട രാത്രിയാണല്ലോ ലൈലത്തുൽ ഖദർ, മീനിങ് വിധി നിർണയിക്കുന്ന രാത്രി. ആ രാത്രിയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആ രാത്രിയിൽ സ്വലാത്ത് ചെല്ലുന്ന, യാ അല്ലാ എന്ന് വിളിക്കുന്ന, ജാതി ഭേദമായ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഈ വേദിയിൽ ഇന്നത്തെ ഉസ്താദ് അന്നത്തിന്റെ തീം എന്തായിരുന്നു അറിയാമോ? യെസ്, അരുത്. ഇവിടെ അങ്ങനെ അന്ന് നമ്മുടെ നോമ്പുതുറയിൽ മലപ്പുറം ജില്ലയുടെ ബഹുമാന്യനായ കലക്ടർ ശ്രീ വിനോദ് സർ IAS ആണ് ഈ മയക്കരുത് എന്ന പുസ്തകം റിലീസ് ചെയ്ത് 1,00,000-ലധികം കോപ്പികൾ, 100 രൂപ വില വരുന്ന ആ പുസ്തകം ഞങ്ങളുടെ മഹദിൻ അക്കാദമിയുടെ ഇന്റേണൽ പബ്ലിക്കേഷനായ ഉറവ, ആ ഉറവ അത് പുറത്തിറക്കുകയും 1,00,000 പേരിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുക എന്നത് ഉസ്താദ് പറയാറുണ്ട്. We need to practice it well. ഉസ്താദിന്റെ അടുത്തേക്ക് ഒരു അക്കാഡമിക്കൽ പ്ലാനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ നോട്ട് ദ ബെസ്റ്റ്? അങ്ങനെയാണ് 20 കുട്ടികളിൽ നിന്നും തുടങ്ങിയ ഈ പബ്ലിക് സ്കൂൾ ഇന്ന് 6000 കുട്ടികളുമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ CBSE എൻറോൾമെന്റ് ഉള്ള സ്കൂളായി മലപ്പുറത്ത് മാറിയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യെസ്, ദ സ്ട്രോങ് വിഷണറി ലീഡർഷിപ്പ് ഓഫ് മൈ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ജാംഷഡ്പൂർ ടാറ്റയിലായിരുന്നു. സോ ടാറ്റയുടെ രത്തൻ ടാറ്റയുടെ ഓഫീസിൽ നിന്ന് എന്നോട് ചോദിച്ചു, നൗഫൽ, വൈ യു ആർ ഗോയിങ് ഫ്രം ടാറ്റ HRD ടു മഹദിൻ? Then I told that, yes, രത്തൻ ടാറ്റ എപ്പോഴും പറയാറുണ്ട്, ഇന്നോവേറ്റ് ദ തിങ്സ്. ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നോവേറ്റ് വിത്ത് ഇന്നോവേഷൻ. പര്യായങ്ങളൊക്കെ SKN വാങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് വിത്ത് SKN. ഇന്ന് ലോകത്ത് ഏത് കുട്ടി മലയാളികളോട് ചോദിച്ചാലും ഗുഡ് മോർണിംഗ് SKNന്റെ പര്യായം മാറിയിട്ടുണ്ട്. സമദൂരം തമ്മിൽ എല്ലാ വേർഡ്സുകളുടെയും കോപ്പിറൈറ്റ് ആര് കൊണ്ടുപോയി? SKN കൊണ്ടുപോയി. കാലത്തിനനുസരിച്ച മദ്യത്തിനെതിരെ ഉസ്താദിന്റെ 3 മാസ്റ്റർ പീസ് എന്ന് എനിക്ക് പറയാം. ഉസ്താദിന് 100 കണക്കിന് കൃതികളുണ്ട്. ഈ അടുത്ത മാതൃഭൂമിയുടെ ഗിരീഷ് കുമാർ എഴുതിയ ഉസ്താദിന്റെ ജീവിത കഥ ഇതുവരെ എന്നുള്ള മനോഹരമായ പുസ്തകത്തിലും ഉസ്താദ് 2-3 ചാപ്റ്ററുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് മദ്യത്തിനെതിരെ, ഡ്രഗിനെതിരെ. ഉസ്താദിന്റെ മറ്റൊരു മാസ്റ്റർ പീസാണ് ഓർമ്മക്കൂട്ട്. ആ ഓർമ്മക്കൂട്ടിൽ 4-5 ചാപ്റ്ററുകൾ മദ്യത്തിനെതിരെ, മയക്കുമരുന്നതിനെ. മദ്യം, മയക്കുമരുന്നെന്ന് പറയുമ്പോൾ ഉസ്താദ് ഫാമിലി കീയിൽ പറഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്ത് എല്ലാവരും അടിച്ചുപൂട്ടിയപ്പോൾ മഹദിൻ അക്കാദമി 3 മീഡിയ സെന്ററുകൾ തുറന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളുകളിലെ, ക്യാമ്പസുകളിലെ മീഡിയ റൂം ഉള്ളത്. ഉസ്താദിന് ഉറപ്പുണ്ടായിരുന്നു, ഒരു ക്ലാസ് മുടങ്ങരുത്. അങ്ങനെയാണ് മഹദിൻ അക്കാദമി ഇന്നോവേറ്റ് വിത്ത് ഇന്നോവേഷൻ. ഗിന്നസ് റെക്കോർഡിന്റെ ഉടമയാണ് SKN. 6 മണിക്കൂർ. നിങ്ങൾക്കറിയാം, രാഷ്ട്രീയത്തിന്റെ ഒരു റിസൾട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ 4ാം ക്ലാസ്സിലെ കുട്ടി പറയും, യെസ്, ഗുഡ് മോർണിംഗിലേക്ക് പോകാം. ദാറ്റ് ഈസ് SKN. ആ SKN മനോഹരമായ ലക്ഷ്യം വെച്ച് ഉസ്താദും, അഥവാ ഈ നമുക്ക് മിംഹാർ എന്ന് പറയുന്ന മദ്യത്തിനെതിരെയുള്ള ഒരു 20,000 ഡ്രഗ് അഡിക്ട്സിനെ ന്യൂ നോർമൽ ലൈഫിലേക്ക് നയിച്ച എൻ്റെ മിംഹാറിലെ ഫാക്കൽറ്റി ടീം ഇവിടെ ഉണ്ട്. വി ഹാവ് എ 9 സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഇൻക്ലൂഡിംഗ് ഫ്രം എയിംസ് ആൻഡ് മിംഹാർ, മിംഹാൻസ്, ഈവൻ നിംഹാൻസ് ടു വർക്ക് ഹിയർ. ഉസ്താദ് പറയുന്നുണ്ട്, ഒരൊറ്റ കുട്ടിയും കള്ളുകൊണ്ട്, ഒരൊറ്റ കുട്ടിയും മദ്യം കൊണ്ട്, ഡ്രഗ്സ് കൊണ്ട്, സിന്തറ്റിക് കൊണ്ട് ഒരച്ഛനും അമ്മയും കണ്ണുനീരൊരിക്കരുതേ എന്നതാണ് ഉസ്താദിന്റെ പ്രാർത്ഥന. സോ വെൽക്കം യു ഓൾ ടു മഹദിൻ അക്കാദമി, ദിസ് ബ്യൂട്ടിഫുൾ graceful evening, to welcome our own media personality. Not only, if I read SKN, ഞാൻ വായിക്കുന്നത് നല്ലൊരു അധ്യാപകൻ കൂടിയാണ്. അധ്യാപനം എന്ന് പറയുമ്പോൾ SKNന്റെ TV ഷോയിലെ ബോഡി ലാംഗ്വേജ് മാറുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം യു അഗൈൻ ടു മഹദിൻ അക്കാദമി. I request my chairman to wish this wonderful function. ചെയർമാൻ തന്നെ സംസാരിക്കും. ഞാനൊരു വിവരം നിങ്ങളോട് പറയാനാണ്. അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചൊരു യാത്രയാണ്. ഇത് എല്ലാ ജില്ലകളും കടന്ന് കാസർഗോഡ് സമാപിക്കും. അപ്പോൾ ഇത് ഈ കാസർഗോഡ് സമാപിച്ചു കഴിയുമ്പോൾ ഈ നമ്മുടെ രാസലഹരിക്കാരെല്ലാവരും കേരളം വിട്ടു പോകണമെന്ന് ഒരേ സ്വരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഒരു മഹാസമ്മേളനത്തിലായിരിക്കും.
അപ്പം നമ്മുടെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് ഈ സമ്മേളനത്തിലേക്ക് കുറച്ച് ആൾക്കാരെ പങ്കെടുപ്പിക്കാം, പറ്റുന്നിടത്തോളം ആൾക്കാർ പങ്കെടുക്കുക. കാരണം ഇത് വലിയൊരു അന്തർദേശീയ മാഫിയ സംഘമാണ് ഇതിൻ്റെ പിന്നിൽ. അവരറിയണം, കേരളീയ ജനസമൂഹം മനസ്സ് വെച്ചാൽ അതിൽ അവരെല്ലാവരും കൂടെ ഒരു ഒറ്റ ഊത്തൂതിയാൽ പറന്നു പോകുന്നവരേ ഉള്ളൂ ഈ മാഫിയ സംഘങ്ങളെന്ന്. അപ്പോൾ പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു കാലിക പ്രാധാന്യം പരിഗണിച്ച് ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ തന്നെ ഇപ്പോൾ ലൈവായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക ലോകത്തെമ്പാടും. SKN40 എന്ന് യൂട്യൂബിൽ പോയി അടിച്ചാൽ നിങ്ങൾക്ക് ഈ ചാനൽ കാണാൻ പറ്റും, SKN40 ലൈവ്. അപ്പോൾ ഉസ്താദ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം ലൈവിലൂടെ. കാലക്കോട്ട കഥകു തകർത്തു കെട്ടൊരു കാലം പണിതവരാരോ നല്ലൊരു നാളെ പടുത്തുയർത്താൻ SKN40 കേരള യാത്ര സമാഗതമായി ലഹരി വിരുദ്ധ യാത്രക്കോതാം മഴദിൻ 1000 ഭാവുകമേ മഴദിൻ 1000 ഭാവുകമേ. കാലക്കോട്ട കഥകു തകർത്തു കെട്ടൊരു കാലം പണിതവരാരോ നല്ലൊരു നാളെ പടുത്തുയർത്താൻ SKN40 കേരള യാത്ര സമാഗതമായി ലഹരി വിരുദ്ധ യാത്രക്കോതാം മഴദിൻ 1000 ഭാവുകമേ മഴദിൻ 1000 ഭാവുകമേ. പുകഞ്ഞു തീരും കുഞ്ഞിളം പ്രായം വകഞ്ഞു മാറ്റാൻ കിണഞ്ഞു നോക്കി കരഞ്ഞു കണ്ണ് കലങ്ങിയ മാതൃ ഹൃദയം വിങ്ങുന്നു. കരഞ്ഞു കണ്ണ് കലങ്ങിയ മാതൃ ഹൃദയം വിങ്ങുന്നു. കാലക്കോട്ട കഥകു തകർത്തു കെട്ടൊരു കാലം പണിതവരാരോ നല്ലൊരു നാളെ പടുത്തുയർത്താൻ SKN40 കേരള യാത്ര സമാഗതമായി ലഹരി വിരുദ്ധ യാത്രക്കോതാം മഴദിൻ 1000 ഭാവുകമേ മഴദിൻ 1000 ഭാവുകമേ. ഓർത്തിരിക്കുക പാർത്തിരിക്കുന്നുണ്ടേ വഞ്ചക സംഘങ്ങൾ അറുത്ത് മാറ്റുക ചെറുത്ത് നിൽക്കുക മനുഷ്യരായിടുക. ഓർത്തിരിക്കുക പാർത്തിരിക്കുന്നുണ്ടേ വഞ്ചക സംഘങ്ങൾ അറുത്തു മാറ്റുക ചെറുത്തു നിൽക്കുക മനുഷ്യരായിടുക നമ്മൾ മനുഷ്യരായിടുക. കാലക്കോട്ട കഥകു തകർത്തു കെട്ടൊരു കാലം പണിതവരാരോ നല്ലൊരു നാളെ പടുത്തുയർത്താൻ SKN40 കേരള യാത്ര സമാഗതമായി ലഹരി വിരുദ്ധ യാത്രക്കോതാം മഴദിൻ 1000 ഭാവുകമേ മഴദിൻ 1000 ഭാവുകമേ. കഴുക കണ്ണുകൾ സൂത്രം വയ്ക്കും കുഴിയിൽ വീഴ്ത്താൻ അസ്ത്രം തീർക്കും കലാലയങ്ങൾ കൊലാലയത്തിന് വിട്ടുകൊടുത്തൂടാ. കഴുക കണ്ണുകൾ സൂത്രം വയ്ക്കും കുഴിയിൽ വീഴ്ത്താൻ അസ്ത്രം തീർക്കും കലാലയങ്ങൾ കൊലാലയത്തിന് വിട്ടുകൊടുത്തൂടാ നമ്മൾ വിട്ടുകൊടുത്തൂടാ. കാലക്കോട്ട കഥകു തകർത്തു കെട്ടൊരു കാലം പണിതവരാരോ നല്ലൊരു നാളെ പടുത്തുയർത്താൻ SKN40 കേരള യാത്ര സമാഗതമായി ലഹരി വിരുദ്ധ യാത്രക്കോതാം മഴദിൻ 1000 ഭാവുകമേ മഴദിൻ 1000 ഭാവുകമേ. കാലക്കോട്ട കഥകു തകർത്തു കെട്ടൊരു കാലം പണിതവരാരോ നല്ലൊരു നാളെ പടുത്തുയർത്താൻ SKN40 കേരള യാത്ര സമാഗതമായി ലഹരി വിരുദ്ധ യാത്രക്കോതാം മഴദിൻ 1000 ഭാവുകമേ മഴദിൻ 1000 ഭാവുകമേ. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ, നമസ്കാരം. SKN40 എന്ന് കേട്ടപ്പോൾ ആദ്യം കരുതിയത് 40 വയസ്സ് പൂർത്തിയാകാമെന്നാണ് കരുതിയത്. പക്ഷേ സംഗതി 40 വയസ്സിൻ്റെ കുറിച്ചാണല്ലോ എപ്പോഴും കാണാറുള്ളത്. 65 എൻ്റെ ജ്യേഷ്ഠനാന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കണത്. എന്നെക്കാളും 5 വയസ്സ് കൂടുതലാണെന്ന് ബോധ്യപ്പെടുന്നത്. പക്ഷെ എന്നിരുന്നാലും 65 ക്ഷീണമില്ലാതെ 40കാരൻ എനിക്ക് മനസ്സിലാകുന്നത് ഈ 40 കൊണ്ട് 400കളുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് കൊയ്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന വസ്തുത. കാരണം കുറേ ചാനലുകൾക്കിടയിലാണ് ഒരു പുതിയ ചാനൽ കൂടി വരുന്നത്. അതെങ്ങനെ വിജയിക്കുമോ എന്ന വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഈ 24 ചാനലുകളിൽ വാർത്താ രംഗത്ത് ഏറ്റവും 1ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. അദ്ദേഹം എപ്പോഴും വാർത്ത കേൾക്കുമ്പോഴും ഒരു പുതിയ സന്ദേശം കിട്ടാതെ, ഒരു പുതിയത് വിവരം കിട്ടാതെ ഒരു ന്യൂസിലേക്കും, പ്രത്യേകിച്ച് ഗുഡ് മോർണിംഗ് വിത്ത് SKN എന്നൊക്കെ കാണുന്നത് ഏതൊരാൾക്കും ആവേശമായി മാറുന്നത്. ഞാൻ ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കേരളം, ഇന്ത്യ, ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി
ലഹരിയുടെ ആസക്തി. സത്യത്തിൽ ഇങ്ങനൊരു യാത്രക്ക് തുടക്കം കുറിച്ചു എന്ന കുറേ സ്തുത്യർഹമായ സേവനങ്ങളാണ് ഞാനെപ്പോഴും പറയാറുള്ളത്. കഴിഞ്ഞ റംസാൻ 27-ാം രാവിൻ്റെ പ്രഭാഷണങ്ങൾ, കുടുംബം ഒരു ലഹരിയായി മാറ്റാൻ കഴിയണം. ഏതൊരു മനുഷ്യനും പ്രശ്ന സങ്കീർണതകൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ ടെൻഷനുകൾ ഉണ്ടാകും. അപ്പം അതിന് ലഹരി, നമ്മുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമെന്ന് പണ്ട് അർത്ഥം വെച്ചിരുന്നത് ഇപ്പോൾ കൂടുമ്പോൾ ഭൂകമ്പമായി മാറുന്നത് അത് കുടുംബം ഒരു ലഹരി അല്ലാതെ ആയതുകൊണ്ട് ആ കുടുംബത്തിൽ വലിയ ഒരു ലഹരി ആസ്വാദനം കണ്ടെത്തി ഇനിയും ഇതുപോലുള്ള ധാരാളം സ്തുത്യർഹങ്ങളായ പ്രവർത്തനങ്ങൾ ഇനിയും കാത്തിരുന്നുകൊണ്ട് ഞങ്ങൾ സദാസമയത്തും, പ്രത്യേകിച്ച് 20 കൊല്ലം മുമ്പ് 28 കൊല്ലം മുമ്പ് ഞങ്ങൾ തുടങ്ങി 20 കൊല്ലം മുമ്പ് ഞങ്ങൾ തുടങ്ങിയ ഈ മിംഹാർ ഈ പദ്ധതി മെൻ്റൽ ഹാബിറ്റേഷൻ സെൻറ്ററിൽ വലിയ റിസൾട്ടുകളാണ്. തീർച്ചയായും ഇതുകൊണ്ട് നിർത്താതെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ വലിയ റിസൾട്ടുകൾ കാണാൻ കഴിയും. എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇതുപോലുള്ള പദ്ധതികൾ വീക്ഷിച്ചുകൊണ്ട് ഞങ്ങളൊരു ഓഫർ കൂടി SKN ഉദ്ദേശിക്കുന്ന ഒരു 24 പേരെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വലിയ എക്സ്പെൻസീവ് ആണല്ലോ, ഞങ്ങൾ ഫ്രീ ആയിട്ട് നൽകാമെന്ന് ഞങ്ങളിതാ ഇവിടെ നിന്ന് ഓഫർ ചെയ്യുകയാണ്. നിങ്ങൾ നിർദ്ദേശിക്കുന്ന 24 പേരെ ഇവിടെ നിന്ന് ഫ്രീ ആയി ട്രീറ്റ്മെൻറ്റ് നൽകുമെന്നുള്ളത്. ഒരു വലിയ MOU ആണ് സൈൻ ചെയ്തത്. ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള 24 പേർക്ക് ജീവിതം ലഹരിയാക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള ചികിത്സ സൗജന്യമായി നൽകാൻ അത് SKN തീരുമാനിക്കുന്ന 24 പേർക്ക്, കാരണം നമ്മുടെ യാത്രക്കിടയിൽ നിരവധി പേരെ അങ്ങനെ കാണുന്നുണ്ട്, അവർക്ക് സൗജന്യമായ ചികിത്സ ഖലീൽ തങ്ങൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. താങ്ക് യു. ഇനി നമ്മളോട് സംസാരിക്കുന്നത് SKN സാറ് തന്നെ. Let us see what he has to say. My dear students and parents are really watching to hear you, sir. Thank you. പ്രിയപ്പെട്ട ചെയർമാൻ ഖലീൽ ബുഖാരി തങ്ങൾ, നമ്മൾ ഈ സ്ഥാപനത്തിൽ നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ സ്ഥാപനത്തിൽ വന്നപ്പോഴാണ് ഈ സ്ഥാപനത്തിൻ്റെ വലിപ്പം എനിക്ക് മനസ്സിലായത്. മാത്രമല്ല 24-ലൂടെ എന്നെ നിരന്തരം പിന്തുടരുന്ന ഒരു ചെയർമാനാണ്. പക്ഷേ ഒരു കാര്യത്തിലൂടെ അങ്ങ് എന്നെ ഞെട്ടിച്ചു. അങ്ങേക്ക് 60 വയസ്സേ ഉള്ളെന്നുള്ളത്. എൻ്റെ ചേട്ടനാകാൻ പ്രായം കാണും, ഒരു 70 വയസ്സ് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അവിടെ എന്നെ തകർത്ത് വിട്ട് കളഞ്ഞു. ഓക്കെ, അപ്പോൾ SKN 40 എന്ന് പറഞ്ഞാൽ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അത് ഞാൻ ഈ മാധ്യമത്തിൽ എൻ്റെ കരിയറിൽ 40 കൊല്ലം പിന്നിട്ടു. ഒരു കുന്താലി കളിക്കുന്ന ആൾ 40 കൊല്ലം കൃത്യമായിട്ട് കളിച്ചാൽ അയാളുടെ 40-ാം വാർഷികം ആഘോഷിക്കും. അതുപോലെ തന്നെയാണ് മീഡിയയിൽ നമ്മൾ കളിച്ചു. നമ്മൾ അവിടുത്തെ ഒരു നല്ല കിടയൽക്കാരനായി അത്യാവശ്യം വാഴയും തെങ്ങുമൊക്കെ കിളച്ച് നാശമാക്കാതെ നല്ല സുഖകരമായിട്ട് കൃഷി ചെയ്തു. മീഡിയയിലെ കൃഷി 40 കൊല്ലം പൂർത്തിയായി, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ കൂടിയായ മിസ്റ്റർ ജലീൽ, അപ്പോൾ അദ്ദേഹം എനിക്ക് നേടാൻ കഴിയാത്ത ഒരു കാര്യം കൂടി നേടിയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അറിയുമ്പോൾ അങ്ങ് ഞെട്ടും. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കാണാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനുണ്ട്, സാക്ഷാൽ രത്തൻ ടാറ്റ. പക്ഷേ ഞാനിത് ഒന്ന് സജീവമായി രത്തൻ ടാറ്റയുടെ അരികിലെത്താൻ കഴിയുന്ന ഒരാളെ പിടികിട്ടുമ്പോഴേക്കും അദ്ദേഹം രോഗാതുരനായി അദ്ദേഹം മരിച്ചുപോയി. കാരണം ഞാൻ ഈ ഒരു സംരംഭത്തിൽ ഇടപെട്ടപ്പോഴാണ് രത്തൻ ടാറ്റ എന്ന് പറയുന്ന മനുഷ്യൻ എത്ര വലിയ ആളാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടത്. കാരണം നിങ്ങൾക്കറിയാം, ബിസിനസ്സിൽ ഇറങ്ങിയാൽ അതിൻ്റെ പിന്നിൽ കുറേ കള്ളത്തരങ്ങൾ കാണിക്കണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ പ്രേരിപ്പിക്കും കുറേ കള്ളത്തരങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതിനൊന്നും മുഖം കൊടുക്കാതെ നമ്മൾ നട്ടല് വാഴപ്പിണ്ടിയാക്കാതെ എല്ലുറപ്പോടെ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ വേറെ രീതിയിൽ നമ്മളെ വീഴ്ത്തും. എന്നാൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം സംഘടിപ്പിച്ചിട്ടും ഒരുവിധമായ പിന്നാമ്പുറ പരിപാടിയും ചെയ്യാതെ കടന്നുപോയ ഒരു മഹാത്മാവാണ് രത്തൻ ടാറ്റ. മാത്രമല്ല മനുഷ്യനോടുള്ള കാരുണ്യം, ദുഃഖിക്കുന്നവനോടുള്ള അനുതാപം, അവരോടുള്ള സഹതാപം,
ക്ലേശിക്കുന്ന മനുഷ്യർക്ക് അവരുടെ തോളിൽ കൈയിട്ട് നടക്കുക. നിങ്ങൾക്കറിയാം, മുംബൈയിലേക്ക് തന്നെ ബ്ലാസ്റ്റൊക്കെ സംഭവിച്ചപ്പോൾ അവിടുത്തെ ഹോട്ടൽ സമുച്ചയങ്ങളിൽ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുനീര് നമ്മൾ കാണേണ്ടതായിരുന്നു. അദ്ദേഹം ഇവിടെ ഈ പാകിസ്ഥാൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള തീവ്രവാദികൾ നമ്മുടെ ബോംബെയിലെ ഹോട്ടലുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് അങ്ങേരെ ഉറങ്ങിയിട്ടില്ല. ഈ തീവ്രവാദികളെല്ലാം കൊലയപ്പെട്ട് ഒരു കക്ഷിയെ പിടികൂടിയതിന് ശേഷം അദ്ദേഹം അവിടേക്ക് ചെന്ന് ആജീവനാന്തം ആ കുടുംബത്തെ മുഴുവൻ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ബിസിനസ്സുകാരൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ അത്ഭുതത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ചെറിയ കാര്യമല്ല, അദ്ദേഹത്തിന് സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർവതി ഓമനക്കുട്ടൻ്റെ അച്ഛൻ സാക്ഷാൽ ഓമനക്കുട്ടൻ വഴി രത്തൻ ടാറ്റയിൽ അടുത്തെത്താൻ ഞാനൊരു ശ്രമം നടത്തി. ശ്രമം ഏതാണ്ട് വിജയിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സന്ദർശകരെ കാണാൻ പറ്റാത്ത സാഹചര്യമായതും അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ ജീവിതത്തിലൊരു നഷ്ടമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം ഈ മനുഷ്യൻ എങ്ങനെയാണ്, നീ കാണുമ്പോൾ ചോദിക്കാൻ ബാക്കി വെച്ചൊരു ചോദ്യമാണ്. അതായത് നെറികേടുകൾ കൊണ്ട് ഈ വ്യവസായ രംഗത്തിലെ പല സ്ഥലത്തും മാലിന്യം തൂകുന്ന ആളുകളുള്ളപ്പോൾ എങ്ങനെയാണ് ഇതിനെല്ലാം അപ്പുറം കടന്ന് അങ്ങ് വളരെ കരുത്തനായി ഈ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറിയത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴും പക്ഷേ അദ്ദേഹം ഒരു അത്ഭുതമായി എൻ്റെ മനസ്സിൽ ജീവിക്കുകയാണ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പം മാദിൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം, അതായത് ഉസ്താദിൻ്റെയൊക്കെ പാരമ്പര്യം ഞാനിവിടെ വരുമ്പോൾ മനസ്സിലാകുന്നു. എത്ര 75 കുട്ടികളുമായി തുടങ്ങി അല്ലേ? 75 കുട്ടികളുമായി തുടങ്ങി 30,000 കുട്ടികളിൽ, ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഉണ്ടാകുമോ എന്നെനിക്ക് സംശയം. മലപ്പുറത്ത് നിന്ന് പല സ്കൂളുകളും എന്നെ ഞെട്ടിക്കുക. സ്ട്രെങ്തൊക്കെ ചോദിക്കുന്ന സമയത്ത് 7,000 9,000 എന്നൊക്കെ പറയുക. അപ്പോൾ ഞാൻ വിചാരിക്കും 9,000 7,000 ഒക്കെ കുട്ടികൾ സ്കൂൾ വിട്ടു പോകുമ്പോൾ എന്നാ കാഴ്ചയായിരിക്കും അത്. ഇന്നലെ തന്നെ ഞാൻ പോയി ഒരു സ്കൂൾ കണ്ടപ്പോൾ തിരുവനന്തപുരത്ത് തമ്പാനൂർ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടുത്തെ വണ്ടികളെല്ലാം അടുക്കിയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു KSRTC ബസ് സ്റ്റാൻഡ് ആണെന്ന് തോന്നി. കാര്യം അത്ര കൂടുതൽ വണ്ടികൾ കിടക്കുക അവിടെ, വണ്ടികളോടെ വണ്ടികൾ. അതേപോലെ ഇവിടുത്തെ കുട്ടികളെല്ലാം പോകാൻ എത്ര വണ്ടികൾ വേണ്ടി വരും. ഇവിടെ തന്നെ ഒരു കൊച്ചു KV ഗണേഷ് കുമാർ വേണ്ടി വരും, ഒരു ഗതാഗത വകുപ്പ് മന്ത്രി ഇവിടെ തന്നെ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇനി കാര്യത്തിലേക്ക് വന്നാൽ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ യാത്രയിലേക്ക് സ്വാഗതം. അത് ആദ്യമേ പറയാം. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു യാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഒരു ധാരണ എന്തായിരുന്നു വെച്ചാൽ, കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനം ഉണ്ടാകുന്നുണ്ട്, കുറേ ആളുകൾ മയക്കുമരുന്നിന് അടിപ്പെടുന്നു, കുറേ ചെറുപ്പക്കാർ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോകുന്നു, കുറച്ച് കുട്ടികളും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില പെൺകുട്ടികളും ഒക്കെ ഇതിൽ പെട്ടുപോകുന്നു. എന്നാൽ ഞങ്ങൾ ഈ യാത്രയിൽ ഉടനീളം പങ്കെടുക്കുന്ന നമ്മുടെ സ്റ്റാഫും നമ്മുടെ കൂടെയുള്ള അവതാരകരും, ആഷ്മിയുണ്ട്, അതുപോലെ തന്നെ വിജയകുമാറും, അതുപോലെ ഇപ്പോൾ ദീപക് ഉണ്ണികൃഷ്ണനും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഗവേഷകനായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം അമ്പരപ്പോടെ കാണുന്നൊരു കാര്യം, കേരളത്തിലെ ഒരു ഗ്രാമമോ പഞ്ചായത്തോ ഒരു നഗരമോ ഇതിൽ നിന്ന് മുക്തമല്ല എന്നുള്ള അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം കുട്ടികളും നല്ലൊരു ശതമാനം പെൺകുട്ടികളും ഓൾറെഡി ഇതിന് അഡിക്റ്റായി കഴിഞ്ഞു. നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഈ രാസലഹരിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മണമൊന്നും കാണത്തില്ല. അത് അടിച്ചിട്ട് വീട്ടിൽ കയറി വന്നാൽ വീട്ടിലുള്ള ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷേ 7-8 തവണ അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജന്മം പാഴായി എന്നുള്ളതാണ്. അവൻ്റെ ആയുസ് കുറഞ്ഞു വരും. പിന്നീട് ഒരു 7 കൊല്ലം മാത്രമേ അവൻ ജീവിച്ചിരിക്കൂ. കഷ്ടിച്ചു വന്നാൽ ചിലപ്പോൾ ഒരു 4-5 കൊല്ലം കൂടെ പോകും. അത് അല്ലാത്ത രീതിയിലുള്ളൊരവസ്ഥയായിരിക്കും. നിങ്ങളെപ്പോഴെങ്കിലും, നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും, ഇവിടെ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഡി അഡിക്ഷൻ സെൻ്ററിൽ പോകണം. പോയിട്ട് നിങ്ങൾ MDMA നിരന്തരമായി കഴിച്ച ഒരുവൻ, അതല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വലിച്ച് പരിചയമുള്ള ഒരുവൻ, അല്ലെങ്കിൽ കൊക്കൈൻ ഇതുപോലെയൊക്കെയുള്ള മാരകമായ ലഹരികൾ ഉപയോഗിച്ചുള്ള ആൾക്കാരെ നേരിട്ട് കാണണം. നമുക്ക് ഈ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് സമാധാനത്തോടെ ജീവിക്കാനുള്ളൊരു സാഹചര്യമാണ്. എന്താ നമ്മുടെ കേരളത്തിലെ ഒരു മണ്ണ് നിങ്ങൾക്കറിയുമോ? ലോകത്തിലെ ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ ഒരിടത്തും കാണാത്ത അപൂർവമായ ചാരുതയുള്ള മണ്ണാണ് കേരളം. ഇവിടെ 44 നദികൾ ഒഴുകുന്നുണ്ട്, ഭാരതപ്പുഴ പോലെ. 365 ദിവസവും നമുക്ക് കൃഷി ചെയ്യാം. അതായത് ചൂടും തണുപ്പുമില്ലാത്ത തുല്യമായ ഒരു കാലാവസ്ഥ. നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ, അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലൊക്കെ പോയാൽ തണുപ്പ് കാരണം നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. -19, -20 ഒക്കെയാണ് ലേയിലുമൊക്കെ തണുപ്പെന്ന് പറയുന്നത്. കാശ്മീരിലൊക്കെ തണുപ്പ് ആ രീതിയിലാണ്. എന്നാൽ കേരളത്തിൽ പരമാവധി ചൂട് പിടിച്ചാൽ 39-40 ഡിഗ്രി വരെ പോകൂ. ദുബായിലും ഗൾഫിലും ഒക്കെ പോയി കഴിഞ്ഞാൽ 50-60 ചൂട് നിൽക്കും. അതിൽ കുറച്ച് ചൂട് ഒരു കുറച്ചും കാണിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ ചൂടും തണുപ്പും ഒരേപോലെ കണ്ടീഷൻ ചെയ്യപ്പെട്ട് കർത്താവ് തന്നെ ഒരു AC ആക്കി വിട്ട സ്ഥലമാണ്
ഈ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു 85-90 കൊല്ലക്കാലം ആരോഗ്യത്തോടെ ഈ മണ്ണിൽ ജീവിക്കാനുള്ള ചീട്ട് എഴുതിയിട്ടാണ് ഓരോ മനുഷ്യനും പിറവിയെടുക്കുന്നത്. ആ സാധനം അവരുടെ കയ്യിലുണ്ട്. ആ ചീട്ടൊക്കെ കീറിക്കളഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു സാധനം കഴിച്ച് അതിൽ മൂക്ക് കുത്തി വീണ് എന്നേക്കുമായി നമ്മുടെ ജീവിതം വേണ്ട എന്ന് വയ്ക്കുന്നത്. നിങ്ങളറിയണം, നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ മാതാപിതാക്കൾക്ക് എന്തൊരു പ്രതീക്ഷയാണെന്നറിയാമോ? നിങ്ങളൊക്കെ വലിയ ഉയരങ്ങളിലെത്തും. കാര്യം ഒരു വീട്ടിൽ 1-2 കുട്ടികളേ ഉള്ളൂ. ഒരു കുട്ടിയെ വെച്ച് സ്വപ്നം കാണുന്ന എത്ര ആളുകളുണ്ട്. അവർ വിചാരിക്കും നാളെ ലോകമറിയുന്ന APJ അബ്ദുൽ കലാം ആകുന്ന കുട്ടിയാണ് ഈ നടക്കുന്നത്, അല്ലെങ്കിൽ നാളെ ജില്ലാ കളക്ടറായിട്ട് വരാനുള്ള IAS കാരനാകാനുള്ള കുട്ടിയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പോകുന്ന കുട്ടികൾ ഏതോ ഒരു ദുർനിമിഷത്തിൽ ഇത്തരം ലഹരിക്ക് അടിമയാകുന്നു. ഇതിൽ തന്നെ ഒരു പ്രത്യേകതയുള്ള എന്താണെന്നറിയാമോ? നമ്മൾ സ്കൂളിലേക്ക് വരുന്ന വഴി ചില ഈ കൂളെന്നൊക്കെ പറഞ്ഞ ചില മിഠായികളുണ്ട്. ഈ ലഹരി കലർത്തി മിക്സ് ചെയ്ത് വിട്ട് ചില മിഠായികൾ, അത് ചില ചേട്ടന്മാർ വെച്ച് നീട്ടുന്നു, ചില അങ്കിളന്മാർ വെച്ച് നീട്ടുന്നു, ചില ഇക്കാക്കമാർ വെച്ച് നീട്ടുന്നു. അവർ പറയുന്നത് മോനെ കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നു. നിങ്ങൾ നിരന്തരം കഴിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഈ ലഹരി പ്രവർത്തിച്ചു തുടങ്ങും. 2 ദിവസം കഴിയുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നും. 3-ാമത്തെ ദിവസം ഇതിലും കൊള്ളാമല്ലോ എന്ന് തോന്നും. ഈ ലഹരി കൂടി വന്ന് നിങ്ങൾ അവസാനം ഈ പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ, ഈ കൂൾ മിഠായി കിട്ടിയ സ്ഥലത്ത് വരുമ്പോൾ ആ ചേട്ടന് വേണ്ടി അറിയാതെ നിങ്ങളുടെ കണ്ണുകൾ പരതും. നിങ്ങൾ അയാളുടെ സ്ഥലം അന്വേഷിച്ച് പോകും. അയാളിരിക്കുന്ന സ്ഥലം അന്വേഷിച്ച് നിങ്ങൾ താനേ ഇത് കഴിച്ചു തുടങ്ങും. അവസാനം ഇതിൻ്റെ തീവ്രത കൂടും, ഈ ഐറ്റം മാറും. അവസാനം കൊക്കൈനോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ അതല്ലെങ്കിൽ LSDയോ അതും അല്ലെങ്കിൽ ഈ നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന MDMA പോലുള്ള മാരക വിഷലഹരിയിലേക്ക് നമ്മൾ പോകും. നിങ്ങളൊന്ന് അറിഞ്ഞോളൂ, ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ മനോനില നഷ്ടമാകും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റാതെ പോകുന്നതാണ് നമുക്ക് ഭ്രാന്ത് പിടിച്ചാലുള്ള അവസ്ഥ. നമ്മുടെ മാനസിക നില തെറ്റിയാൽ ഉള്ള പ്രശ്നം അതാണ്. നിങ്ങൾക്കറിയാം, ഈ തലച്ചോറെന്ന് പറയുന്നൊരു കമ്പ്യൂട്ടർ പോലെയാണ്. അതിൻ്റെ CPU പ്രവർത്തിക്കുന്ന പോലെയാണ്. അപ്പോൾ തലച്ചോറിൽ നിന്ന് ഒരുപാട് സിഗ്നലുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഈ മൈക്ക് തന്നെ ഇടത്തെ കൈ പിടിച്ചിരിക്കുന്ന തലച്ചോറിൽ നിന്നൊരു സിഗ്നലാണ്. അല്ല, അപ്പോൾ ഈ തലച്ചോറ് എൻ്റെ ഇടത്തെ കൈനോട് പറയും, എടാ മൈക്ക് പിടിക്കടാ എന്ന് തലച്ചോറ് നൽകുന്ന സിഗ്നലായത്. ഇനിയിപ്പോൾ എൻ്റെ കൈ കഴിച്ചാൽ എടാ ഇടത്തെ കൈക്ക് കഴിച്ചു, നീ വലത്തെ കൈ പിടി എന്ന് പറയുന്നതൊക്കെ സിഗ്നലാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും പ്രവർത്തിക്കുന്നത് ഈ സിഗ്നലുകൊണ്ടാണ്. ഈ സിഗ്നൽ എല്ലാം അങ്ങ് കീഴ്മേൽ മറിയും. തലച്ചോറും മനസ്സും തമ്മിലുള്ള കാന്തിക ബന്ധമുണ്ടല്ലോ, ആ മാഗ്നറ്റിക് റിലേഷൻ, ആ വൈദ്യുത ബന്ധം, അത് അപ്പാടെ കീഴ്മേൽ മറിയും. അതോടെ ഈ മനോനില അപ്പാടെ തകർന്ന് തരിപ്പണമായി പോകും. നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങളുടെ കൺമുന്നിൽ നിൽക്കുന്നത് അമ്മയാണോ, സഹോദരിയാണോ, ഉമ്മയാണോ, ബാപ്പയാണോ നിങ്ങൾക്ക് മനസ്സിലാകില്ല. മാത്രവുമല്ല, ആരെ കണ്ടാലും കത്തിയെടുത്ത് കുത്തണമെന്ന് തോന്നുന്നൊരു ശത്രുതയായിരിക്കും നിങ്ങളുടെ മനസ്സിലിങ്ങനെ ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്നത്. നിങ്ങളുടെ തലച്ചോറിൽ അഗ്നി പായിക്കുന്ന ഒരേ ഒരു കാര്യം ശത്രുതയായിരിക്കും. മുന്നിൽ കാണുന്നവനെ കത്തിയെടുത്ത് കുത്തുക, അവൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റുക, വാതിൽ തുറന്നു വരുന്ന ഉമ്മ ആരെന്ന് മനസ്സിലാക്കാതെ ഉമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റുക. നിങ്ങൾക്കറിയാം, കേരളത്തിൽ എത്ര കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഉമ്മയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുക, വീട്ടിലേക്ക് കയറി വന്ന പിതാവിൻ്റെ മണ്ടയടിച്ച് പൊട്ടിക്കുക, മിഡിലിലെ ഒബ്ലാങ്കറ്റ് തകർത്തെറിയുക, കൊലപ്പെടുത്തുക. കൊലപാതകങ്ങളുടെ എണ്ണം കൂടുക. ഞങ്ങൾ വാർത്താമുറിയിലിരിക്കുമ്പോൾ ഞങ്ങളെ ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം, ഓരോ ദിവസം കഴിയുന്തോറും കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. പലപ്പോഴും ഈ കൊലപാതകങ്ങൾ വായിക്കാനുള്ളൊരു തലയിലെഴുത്തും എനിക്കാണ് വരുന്നത്. കാരണം ഞാൻ രാവിലെ 7 മണിക്ക് പോയി നിൽക്കും. രാത്രിയിൽ ഉണ്ടായിരുന്ന എല്ലാ പാതകങ്ങളും കുത്തൊഴുക്കായി വരുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയായിട്ട് നമ്മുടെ ചെയർമാൻ പറഞ്ഞ പോലെ ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേ അരൂരിൽ 2 പേർ കൊല്ലപ്പെട്ടു. അതോടെ പോയി, കംപ്ലീറ്റ് പോയി. പിന്നീട് അതിൻ്റെ പിന്നാലെ ഗണപതിക്ക് വെച്ചതുപോലെ ഇങ്ങനെ വരികയാണ് കൊലപാതകത്തിൻ്റെ ഘോഷയാത്ര. അങ്ങനെ 14 കൊലപാതകങ്ങൾ വരെ ഒരു ദിവസം 2 മണിക്കൂറിനിടയിൽ ഞാൻ വായിച്ചു തീർത്തു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് എന്താണ് കേരളത്തിൻ്റെ സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്നറിയാനുള്ള ത്വര എന്നിൽ കടന്നുകൂടിയത്. ആ സമയത്താണ് എത്ര കാലമായി ഞാൻ മാധ്യമത്തിൽ വന്നിട്ടെന്ന് ആലോചിച്ചപ്പോൾ ഒരു 10-40 കൊല്ലം കടന്നുപോയല്ലോ. അത് പുറത്ത് പറയാതിരുന്നില്ലെങ്കിൽ നമ്മുടെ ചെയർമാനൊക്കെ ഞാൻ ഇപ്പോഴും 40 വയസ്സ് ജീവിക്കുന്നത് മനസ്സിലാക്കിയിരുന്നേനെ. അപ്പോൾ എൻ്റെ ഒരു അനിയനെ പോലെയാണല്ലോ എന്ന് ചെയർമാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഇനി കാണുമ്പോഴേ കിളവൻ പോന്നു എന്നായിരിക്കും ചിലപ്പോൾ ചെയർമാൻ പറയുന്നത്. ഓക്കെ, എന്നാലും ഒരു അല്ലേ, അതിന് സാധ്യതയുണ്ട്. അപ്പോൾ എന്നാലും അതല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ ഗൗരവത്തോടെ കാണണം. ഇത് നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ നമ്മുടെ ഓരോ അവയവത്തിനൊരു ഫങ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ചെവിക്കൊരു കിഴുത്തലയിട്ടേക്ക് എന്തെന്ന് അറിയാമല്ലോ, അതുപോലെ ഓരോന്നിനും ഓരോ ഫങ്ഷനുണ്ട്. ആ ഫങ്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ മനോനില തെറ്റിയ ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുകയും നമ്മുടെ ബന്ധുജനങ്ങളെയൊന്നും നമുക്ക് മനസ്സിലാകാതിരിക്കുകയും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു അഡിക്ഷൻ സെൻറ്റർ, ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി കാണുക.
ഇങ്ങനെ കണ്ണുകളൊക്കെ തള്ളി വന്ന് ഭയചകിതനായി ഒട്ടം തെറ്റി വികൃതമായി ആകൃതിയൊക്കെ ഷേപ്പൊക്കെ തെറ്റി അങ്ങനെ കൂനിക്കൂടി ആരെയോ ഭയക്കുന്ന പോലെ കാത്തിരിക്കുന്നവൻ ആരോ അവനാണ് MDMA രോഗി. ഇത് രോഗമാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് അശ്വമേധം എന്നൊരു നാടകം തോപ്പിൽ ബാസി എഴുതിയിട്ടുണ്ട്. അതിൽ സരോജം എന്നൊരു കഥാപാത്രം ഈ സമൂഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, രോഗം ഒരു കുറ്റമാണോ? യേസ്, രോഗം ഒരു കുറ്റമാണോ? രോഗം കുറ്റമല്ല. നമ്മളറിയാതെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മളൊരു കാറ് വാങ്ങിച്ച സർവീസ് ചെയ്യാൻ കേട്ടതില്ലേ, അതുപോലെയാണ് മനുഷ്യ ശരീരത്തിന് സർവീസിങ് ആവശ്യമാണ്. ചിലപ്പോൾ കുറ്റം ഉണ്ടാകും. എന്നാൽ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന കുറ്റമാണ് MDMA. നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റിവിടുന്ന മഹാരോഗമാണ് ഈ കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, LSD, ഹൈബ്രിഡ് കഞ്ചാവ്, MDMA എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നു. നമുക്ക് സർവനാശം വരുത്താനും എന്നേക്കുമായി നമ്മുടെ വീട്ടുകാരുടെ സ്വപ്നങ്ങൾ തകർത്തെറിയാനും എന്നേക്കുമായുടെ പ്രതീക്ഷകൾ എഴുതാം കടപുഴകി വീഴ്ത്താനും ആടപടലം വീഴാനും നമ്മൾ തന്നെ തയ്യാറെടുക്കുന്ന ഏറ്റവും വലിയ കാഴ്ചയാണ് ഈ സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏതെങ്കിലും ഒരു അപരിചിതൻ ഏതെങ്കിലും ഒരു വഴിയോരത്ത് വെച്ച് നിങ്ങൾക്കൊരു മിഠായി തരാമെന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്താട്ടി വിടണം. ഞാൻ പുറത്തിറങ്ങിയാൽ അങ്ങനെ എൻ്റെ ഉമ്മയോ വാപ്പയോ പറയാതെ ഒരു ഭക്ഷണവും ഞാൻ കഴിക്കില്ലെന്ന് പറയണം. കാരണം നിങ്ങളെ പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ചെറിയ ചെറിയ കുട്ടികളെ പിടിച്ച് അവന് കോടികൾ സമ്പാദിക്കണം. ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ നാടിനെ നന്നാക്കുകയല്ല എന്ന് നിങ്ങൾ അറിയുക. അവന് കോടികൾ ഉണ്ടാക്കണം. ഒന്നും വേർക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയണം, ഈ നാട്ടിൽ കുരുന്നുകളെ കൊലപ്പെടുത്തുന്ന ഈ ഭീകരമായ കർമ്മം ചെയ്യുന്നതിൽ നമുക്കിടയിലുള്ള മലയാളികൾക്ക് സ്ഥാനമുണ്ട്. കർണാടകം എന്നൊരു സംസ്ഥാനത്ത് നിന്ന് ഇഷ്ടം പോലെ ലഹരി കേരളത്തിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. നമ്മൾ ഗംഗയൊക്കെ ഒഴുകി വരുന്ന മലമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നൊരു നദി പോലെ കേരളത്തിലേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇത് ഒഴുക്കി വിടുന്നത് ആരാണ്? കർണാടകത്തിലേക്കുന്ന ജന്മിമാരും അവിടുത്തെ മാഫിയ സംഘങ്ങളും മാത്രമല്ല, ഇവിടുന്ന് പോകുന്ന മലയാളി ദല്ലാളന്മാരും അവിടെ ഉണ്ട്. 30 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 300 രൂപ ഉണ്ടാക്കുന്ന ലാഭം ഈ മാഫിയ കച്ചവടത്തിലുണ്ട്. ലഹരി മരുന്ന് മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റും, വളരെ പെട്ടെന്ന്. കണ്ണടച്ച് തുറക്കും. നമ്മുടെ ഇവിടെ ഇപ്പോൾ 175 പേര് തുടങ്ങിയിട്ട് 30,000 കുട്ടികളായെന്ന് പറഞ്ഞില്ലേ. ഇതിലും വേഗത്തിൽ കോടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളുടെ കുറുക്ക് വഴിയുള്ള സംരംഭമാണ് ഈ മയക്കുമരുന്ന് കച്ചവടം. നിങ്ങൾ അറിയുക. നമുക്കറിയാം കേരളത്തിലിപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ്, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉമ്മയോ നമ്മുടെ ബാപ്പയോ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഉമ്മയുടെയും ബാപ്പയുടെയും മുമ്പിൽ പേടിച്ച് നിൽക്കുന്നൊരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കൊലക്കത്തിയുമായി പാഞ്ഞെടുക്കുക. ചില ആളുകൾ പറയും, കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനം ഉണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ കുട്ടികളൊക്കെ വളരെ മര്യാദക്കാരും മിടുക്കരുമാണ്, അവർ ബാപ്പയും ഉമ്മയും പറയുന്നത് മാത്രം കേട്ട് നടക്കുന്നവരാണ് എന്ന് പറയും. ഏറ്റവും അബദ്ധജടിലമായൊരു വിശ്വാസമാണത്. ആ വിശ്വാസം തകർന്ന് തരിപ്പണമായി വീഴാൻ വളരെ കുറച്ച് മിനിറ്റുകൾ മതി. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ബാപ്പ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ MDMA പോലുള്ള മാരകമായ വിഷലഹരി കഴിച്ച ഒരുവൻ തൊട്ടയലത്തുണ്ടെങ്കിൽ അർദ്ധരാത്രി അവൻ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറി വരില്ലെന്ന് ആരറിഞ്ഞു? കൊലക്കത്തിയുമായി. നമ്മുടെ സമാധാനം കെടുത്താൻ ഒരുവൻ നേരെ മുന്നിലത്തെ വീട്ടിലില്ല എന്നാരറിഞ്ഞു? നമ്മൾ വണ്ടികളിൽ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ ബസ്സുകളിൽ പോകുമ്പോൾ, നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവൻ MDMA രോഗിയല്ലെന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് ഈ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ കോവിഡ് പിടിപെട്ടതിന് ശേഷം ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ അപകടമാണ് ഈ രാസലഹരിയുടെ വ്യാപനം. 20 മാസക്കാലമാണ് കൊറോണ എന്നൊരു കൃമി കീടം മലയാളി സമൂഹത്തെ തകർത്തെറിഞ്ഞത്. എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു. എന്നാൽ കോവിഡ് കൊണ്ടുവന്ന ദുരന്തത്തെക്കാളും അപൂർവമായ വ്യാപ്തി സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ രാസലഹരി. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഈ രാസലഹരി വിൽക്കുന്ന ഉറവിടങ്ങൾ അന്വേഷിച്ച് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയാൽ ആ ഉറവിടങ്ങൾ അപ്പാടെ തച്ച് തകർക്കാൻ കരുത്തുള്ളൊരു പോലീസ് സേന നമുക്കുണ്ട്, ഉറപ്പാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഒരു സാഹചര്യത്തിൽ ഈ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അഡിക്ഷൻ സെൻ്ററിലേക്ക് പോയ കുട്ടികളെ പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയില്ല. അതിന് ചിലപ്പോൾ കൊല്ലങ്ങൾ എടുത്തെന്ന് വരും. നിങ്ങൾ മനസ്സിലാക്കണം, 7 കൊല്ലം വരെയായിരിക്കും നിങ്ങളുടെ ആയുസ് ഉണ്ടാവുക. ഈ മണ്ണിൽ ജീവിക്കാൻ കിട്ടിയ ഏറ്റവും അസുലഭമായ ജീവിതമാണ് നിങ്ങൾ അപ്പാടെ തകർത്ത് കളഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മാത്രവുമല്ല, പലപ്പോഴും ഈ MDMA ബാധിച്ച ആളുകൾക്ക് ഒരു മനോരോഗിയെപ്പോലെ ഒരിക്കലും ഒരു തിരിച്ചറിവുണ്ടാവില്ല. ഞാനിതൊക്കെ കഴിക്കേണ്ടത് ആവശ്യമില്ല എന്നൊരിക്കലും അയാൾക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഏതെങ്കിലും ഒരു ഏകാന്ത സെല്ലിലോ ഏകാന്ത മുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡിക്ഷൻ സെൻ്ററിൻ്റെ മുറിയിലോ അയാളുടെ ജീവിതം തളയ്ക്കപ്പെടുകയും ചിലപ്പോൾ ഒരു കൊല്ലങ്ങളോളം, വർഷങ്ങളോളം, 10, 20, 30 കൊല്ലം എടുത്തായിരിക്കും അയാളൊരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. അങ്ങനൊരു ജീവിതം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിക്കണം.
നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ വീട്ടുകാർ കെട്ടിപ്പടുത്ത ഒരു സന്തോഷത്തിൻ്റെ വീടല്ലേ അത്? നമ്മുടെ വീടെന്ന് പറയുന്നത് സമാധാനമില്ലാത്തൊരു കേന്ദ്രമായി മാറുക. ഉസ്താദ് പറഞ്ഞില്ലേ, ചെയർമാൻ പറഞ്ഞില്ലേ, കൂടുമ്പോൾ ഇമ്പമുള്ളതെന്ന്. കുടുംബമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്. ഇപ്പോൾ കുടുംബം ഭൂകമ്പമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകൾ തമ്മിൽ സ്പർശ വർദ്ധിക്കാനും ശത്രുത കൂടാനും വീടുകളിൽ തന്നെ അച്ഛനും മകനും അല്ലെങ്കിൽ ഉപ്പയും ബാപ്പയും അല്ലെങ്കിൽ മക്കളും ഉമ്മയും ഒക്കെ തന്നെ പരസ്പരം മനസ്സിലാക്കാതെ പോകുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ ഈ മായിക ലഹരിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നമ്മളൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു 100-150 അമ്മമാരാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്ത് വിട്ടത്. ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത അമ്മമാർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹോസ്റ്റൽ മുറിയിൽ റാഗിംഗ് എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിലൂടെ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി, സിദ്ധാർത്ഥൻ, വയനാട്ടിൽ. ഈ സിദ്ധാർത്ഥൻ്റെ അമ്മയായിരുന്നു ദീപം പകർന്ന ഒരാൾ. അങ്ങനെ പെറ്റ കുഞ്ഞുങ്ങൾ കൺമുന്നിൽ മരിച്ചു വീണ ചില അമ്മമാർ കൂടി ചേർന്നാണ് ഞങ്ങളെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്ത് വിട്ടത്. കാര്യം പെറ്റമ്മയുടെ കണ്ണുനീരാണ് ഏറ്റവും ചുട്ടുപൊള്ളുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അമ്മയുടെ കണ്ണീർ വീഴുന്നൊരു മണ്ണ് ഒരിക്കലും ശുദ്ധമാകില്ല. കണ്ണീർ തോരാത്തൊരമ്മയുടെ ഫ്ലാഗ് ഓഫ് സെറിമണിയിലൂടെയാണ് ഈ യാത്ര ഞങ്ങൾ ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. ഞങ്ങൾ കാസർഗോഡ് ചെല്ലുമ്പോൾ ഞങ്ങൾക്കറിയാം, കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഞങ്ങൾക്ക് പോലും പിടികിട്ടാത്ത സംസ്ഥാനമായി കൈപ്പിടിയിൽ ഒതുങ്ങാതായോ, കൈവിട്ടു പോകുന്നൊരു സാഹചര്യം. ഈ സംസ്ഥാനത്ത് ഇപ്പോഴുള്ളൊരു സാഹചര്യം ഞങ്ങൾ വിളിച്ചു പറയാൻ മടിക്കുന്നത്, ഒരുപക്ഷെ വിദേശ നാടുകളിൽ നിന്ന് എന്നെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ നാട്ടിലേക്ക് മടങ്ങി വരാൻ പോലും അമ്പരപ്പാകും എന്നുള്ള ഒറ്റ ഭയം കൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കേരളം, ഈ പച്ചപ്പുള്ള മണ്ണ് ഒരു പച്ച പരവതാനി വിരിച്ച പോലെ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതേ കേരളം ഒരുപാട് മാറിപ്പോയി. കേരളത്തെ വീണ്ടും പഠിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ഈ ഒരു 10-40 കൊല്ലങ്ങൾക്ക് ശേഷം. കേരളം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് മനസ്സിലാക്കുക, 10% ആളുകൾക്ക് മാത്രമേ ഇത് ബാധിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഞാൻ, എൻ്റെ സംഘം തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. 300% പ്രചാരത്തിലായി കഴിഞ്ഞു. കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഇത്തരം മാരക ലഹരികൾ ലഭ്യമാണ്. ഉറവിടങ്ങൾ തകർത്തെറിയാതെ, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളെ പിടിച്ചു ജയിലിലിടാതെ ഇതിന് അവസാനം ഉണ്ടാകില്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ പെറ്റമ്മമാർക്ക്, ഉമ്മമാർക്ക് അവരുടെ കണ്ണീര് തോരണമെങ്കിൽ, എന്നേക്കുമായി ഈ മാരകമായ പ്രശ്നത്തിന് അവസാനം ഉണ്ടാകണമെങ്കിൽ നമ്മളൊന്നു ചെയ്യണം. നമ്മുടെ ഇടയിൽ തന്നെ വിൽപ്പനക്കാരനായി വരുന്ന ചില അവതാരങ്ങളുണ്ട്. ഈ അവതാരങ്ങളെ പോലീസിന് കാട്ടിക്കൊടുക്കണം. പൗരന്മാർക്കൊരു പ്രത്യേക അധികാരമുണ്ട്. അനീതി എവിടെയെങ്കിലും നടക്കുന്നുവെങ്കിൽ ആ അനീതിക്കാരനെ പിടിച്ചു നിർത്തി പോലീസിന് കാട്ടിക്കൊടുക്കാനുള്ള മൗലികമായ അവകാശം ഒരു പൗരനുണ്ട്. നിങ്ങൾ ശാരീരികമായി കൈകാര്യം ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. കയ്യാങ്കളി പാടില്ല. അത് എൻഫോഴ്സ്മെൻറ്റുകാർക്ക് മാത്രമേ പറ്റൂ. നിങ്ങൾക്ക് അവരെ പിടിച്ചു നിർത്താം. ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ കട തുറന്ന് വെച്ച് ഇത്തരം ലഹരി വിൽപ്പന നടത്തുമെങ്കിൽ അവൻ്റെ കട നിങ്ങൾക്ക് അടപ്പിക്കാം. നിങ്ങൾക്ക് പോലീസിനെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യിക്കാം. ജനങ്ങൾ, സർക്കാർ മാത്രം പോരാ, ജനങ്ങൾ കൂട്ടമായി ഇറങ്ങുകയും എല്ലാ MDMA-കാരും ഈ നാട് വിട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അവൻ അന്ത്യശാസനം നൽകി ഈ മണ്ണിലേക്ക് ഇനി മടങ്ങി വരരുത് എന്ന അന്ത്യശാസനം നൽകി പറഞ്ഞു വിടാനുള്ള സമയമായിരിക്കുന്നു. ഒരു അൾട്ടിമാറ്റം. അതുകൊണ്ട് തന്നെ ഒരു അന്തിമ യുദ്ധത്തിനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ദിസ് ഈസ് ആൻ അൾട്ടിമേറ്റ് വാർ. ഇതൊരു അന്തിമ യുദ്ധമാണ്. ഡ്രഗിനെതിരായും അക്രമത്തിനെതിരായുമുള്ളൊരു യുദ്ധം. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന ഈ മാരകമായ ലഹരി വിൽക്കുന്നവൻ ആരായാലും, അവൻ ആരുടെ പിൻബലം ഉണ്ടായാലും അവനെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കണമെന്ന് പറയുന്ന ഒറ്റ ശ്വാസത്തിൽ പറയുന്ന ഒരു സംരംഭത്തിന് ഇറങ്ങിത്തിരിച്ചവരാണ് നമ്മൾ. ഇത് ഞങ്ങളുടെ അവതാര ലക്ഷ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 24 മാധ്യമം എന്ന നിലയിൽ ചെയ്യേണ്ട ജോലിയല്ലിത്. പക്ഷേ 24 ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രചാരണ പരിപാടി, ജനങ്ങളെ കുറച്ചുകൂടി അവബോധമുണ്ടാക്കാനുള്ള ഞങ്ങളുടെ ഈ നീക്കം നിങ്ങൾ കൂടി പിന്തുണയ്ക്കുക. ഈ മാസം 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് ഞങ്ങളൊരു മഹാസമ്മേളനം നടത്തുന്നുണ്ട്. 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സമ്മേളനം. അതിലേക്ക് നിങ്ങൾ വരണം. നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ സിനിമാ താരങ്ങളുടെ കലാപരിപാടി ഒന്നുമില്ല. നമുക്കവിടെ ഒരു സാമൂഹിക ധർമ്മം അനുഷ്ഠിക്കാനുണ്ട്. ആ ധർമ്മം എന്ന് പറയുന്നത് കേരളത്തിൽ MDMA പോലുള്ള മാരകമായ സാധന സാമഗ്രികൾ വിറ്റഴിക്കുന്നവനെ ഞങ്ങൾ ജയിലിലടയ്ക്കും. ഏറ്റവും അവസാനത്തെ MDMA-കാരനും ഈ നാട് വിട്ടു പോകണം എന്ന് നമ്മൾ ഉറക്കെ പറയും. ഇരമ്പിക്കയറുന്ന കടലിൻ്റെ അതേ ആവേശത്തിൽ, അതേ ശക്തിയിൽ നമ്മൾ വിളിച്ചു പറയും. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവരുടെ ഉറവിടങ്ങൾ ബോംബിട്ട് തകർക്കണം. ഈ ഉറവിടങ്ങളിലേക്ക് ഒരു സൈന്യത്തെ പോലെ മാർച്ച് ചെയ്യാൻ നമ്മുടെ അമ്മമാർക്ക് കഴിയണം. നമ്മുടെ അമ്മമാരുടെ ശക്തി എന്താണെന്ന്
നാട്ടുകാരെ നമുക്ക് തെളിയിച്ചു കൊടുക്കണം. ഈ 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട്ടെ മണൽത്തരികൾ പോലും കോരിത്തരിക്കുന്ന രീതിയിൽ മലയാളി ജനസമൂഹത്തിന് ഒറ്റ ശബ്ദമേ ഉള്ളൂ. ഒരേ ശ്വാസത്തിൽ നമ്മൾ വിളിച്ചു പറയണം, ഒരു MDMA-കാരനും ഇനി ഒരു വീട്ടിൻ്റെയും സമാധാനം തകർക്കാൻ നമ്മൾ അനുവദിക്കില്ല. ഇത് ഒരുപക്ഷെ കോവിഡ് നേരിട്ട, പ്രളയത്തെ നേരിട്ട നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരേ ശബ്ദമായി മാറാൻ കഴിയുന്ന മായികമായ കപ്പാസിറ്റിയുള്ള മലയാളിക്ക് ഇത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടെ ഒരുപക്ഷെ കേരളത്തിലെ MDMA പ്രശ്നം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന് തുടക്കമാകും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരിക. കാപ്പാട് പോലെ ചരിത്രത്തിലേക്ക് ചേക്കേറിയ മണ്ണുള്ള കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മൾ പുതിയ പ്രഖ്യാപനം നടത്തും. ഏത് MDMA-കാരൻ്റെയും മുഖം നോക്കാതെ കേരളത്തിലെ ജയിലറകൾ നിറയ്ക്കാൻ MDMA-കാരനെ കൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് പറയാൻ നിങ്ങൾ കൂടി നമുക്കൊപ്പം അണിചേരുക. നമുക്കൊന്നായി അവിടെ കാണാം. നിങ്ങളെ ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നു. അതിനകത്ത് നമ്മുടെ ചെയർമാൻ്റെ എല്ലാ സഹായവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ. എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. ഈ കേട്ടത് ഒരു കഥയാണോ, കവിതയാണോ, നോവലാണോ, നാടകമാണോ എന്ന് തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. നമുക്കൊക്കെ ചെയ്യാനുള്ളത് നമുക്ക് SKN40 കൂടെ പ്രവർത്തിക്കാം, സപ്പോർട്ട് ചെയ്യാം. സോഷ്യൽ ഇൻ്റലിജൻസാണ് മനുഷ്യന് വേണ്ടത്. അക്കാഡമിക് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള IQ-വോ EQ-വോ അല്ല, സോഷ്യൽ ഇൻ്റലിജൻസാണ്. തൻ്റെ വാർത്താ റൂമിൽ നിന്നും 12 കൊലപാതകങ്ങളുടെ നീണ്ട നിരകളുടെ ന്യൂസ് വന്നപ്പോൾ SKN എന്ന മനുഷ്യ സ്നേഹിയുടെ മനസ്സിൽ നിന്നും ഉണ്ടായതാണ് മദ്യത്തിനെതിരെ, അരുത്, അക്രമത്തിനെതിരെ. ആ സോഷ്യൽ ഇൻ്റലിജൻസ് വർക്കൗട്ട് ചെയ്യപ്പോഴാണ് മഅ്ദിൻ അക്കാദമിയിലും മിംഹാർ ഉടലെടുത്തത്. തൻ്റെ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് മലപ്പുറത്തിലെ മേൽമുറിയുടെ അടുത്ത് വന്ന് കള്ളുകുടിയൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ടപ്പോൾ തങ്ങൾ ഉസ്താദിൻ്റെ മനസ്സ് വിഷമിച്ചു. ഉടനെ തന്നെ നമ്മുടെ മിംഹാറിൻ്റെ ഡയറക്ടർ, അന്ന് മിംഹാർ ഉണ്ടായിട്ടില്ല, ഈ പ്രോജക്റ്റ് ചെയ്യുന്ന, മദ്യത്തിനെതിരെ ഡ്രഗ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു റിസർച്ച് സ്കോളറെ ഉസ്താദ് വിളിച്ചിട്ട് പറയുന്നു, നമുക്കെന്ത് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല എന്ന് പറയാൻ പറ്റുന്ന 22,100 മദ്യത്തിന് അഡിക്റ്റായവരെ ആ സോഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നും മിംഹാറിലൂടെ വന്ന് ഇന്ന് എത്രയോ പേർ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതും സോഷ്യൽ ഇൻ്റലിജൻസ് തന്നെ. ടാറ്റയോട് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സാറുടെ ഫേവറേറ്റ് ആണുകൊണ്ട് ടാറ്റോ നാനോ വന്നത്. താജിൽ നിന്നും ടാറ്റ സാഹിബ് ഇറങ്ങി വന്നപ്പോൾ ഒരു വണ്ടിയിൽ, ഒരു ബൈക്കിൽ 5 പേര് യാത്ര ചെയ്യുമ്പോൾ ടാറ്റ സാഹിബിൻ്റെ മനസ്സ് വിറച്ചുപോയി. ഇതെങ്ങാനും സ്കിഡായി കഴിഞ്ഞാൽ ഈ 5 കുട്ടികളും അപകടം പെടുമല്ലോ എന്ന് മനസ്സിലാക്കിയ ടാറ്റ സാഹിബ് പൂനെയിൽ വന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 800 എഞ്ചിനീയേഴ്സിനെ വിളിച്ചിട്ട്, ഹൂ ഈസ് റെഡി ടു ഡെവലപ്പ് എ കാർ വിത്ത് എ കോസ്റ്റ് ഓഫ് എ ബൈക്ക്. അങ്ങനെയാണ് നാനോ ഉണ്ടായത്, സോഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന്. നിങ്ങൾക്ക് വായിക്കാം നാനോവേഷൻ എന്ന പുസ്തകം. ഉസ്താദ് അങ്ങനെ ഉസ്താദിൻ്റെ എല്ലതും അഥവാ സോഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നാണ്. വാട്ട് എ ഗ്രേറ്റ് ഹാർമണി ആൻഡ് കോറസ് ആർ സിറ്റിംഗ് ഹിയർ. സോ താങ്ക് യു സോ മച്ച്. അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 4-5 തവണ SKN പറഞ്ഞു, അറിയണം, അറിഞ്ഞേ പറ്റൂ ഈ മദ്യത്തിൻ്റെ വിപത്തിനെതിരെ. മഅ്ദിൻ അക്കാദമിയിലെ 33,000 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഞങ്ങളുടെ അലൂമിനീസുമൊക്കെ ആയിരക്കണക്കിനുള്ള അലൂമിനീസും ഗ്ലോബൽ അലൂമിനി നെറ്റ്വർക്കും പബ്ലിക് സ്കൂളിൻ്റെ സിനർജിയും അലൂമിനിയുമൊക്കെ ഈ ദൗത്യത്തിൻ്റെ കൂടെ ഞങ്ങളുണ്ടാകും. എന്ത് നേടി മഅ്ദിൻ? വിദ്യാഭ്യാസ 67 രാജ്യങ്ങളിൽ മഅ്ദിൻ സന്തതികളുണ്ട്. 2,500 മതബിരുദധാരികൾ വിത്ത് PG in university degree we have. We developed, Ustad developed 250 doctors, medical doctors within 28 years. 3,100 engineers we developed, 128 PhD scholars, including fully 100% blind എന്ന് പറയരുത്, സോറി ഉസ്താദ് പറയാറുള്ളത് people of determination എന്നാണ്. 2,500 സദതി കുടുംബങ്ങളെ 40
42 വർഷം മുടങ്ങാതെ ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന പ്രാർത്ഥനാ സമ്മേളനങ്ങൾ, കോവിഡ് കാലഘട്ടത്തിൽ പോലും മുടങ്ങാത്തത്. 1000-ലധികം ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികൾ ഉണ്ടായി. 600-ലധികം കുട്ടികൾ ഇന്ത്യയിലെ പ്രീമിയം ക്യാമ്പസായ IIT-യിലും IIM-ലും ഐസറിലും ഐസ്റ്റിലും CNT യൂണിവേഴ്സിറ്റിയിലുമൊക്കെ മഹദിൻ്റെ സന്തതികൾ പഠിക്കുന്നു. 38 കോർപ്പറേറ്റിൽ നമ്മുടെ കുട്ടികൾ GM പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. അതിലെല്ലാം പുറമെ സോഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നും ഉടനെടുത്ത 20,000-ലധികം മദ്യപാനികളെ വെറുക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ, ഞങ്ങളുടെ അലുമിനി മിംഹാറിൻ്റെ ഡയറക്ടർ ഷബീർ അലി അദിനിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് SKN. ഒരാഴ്ച മുൻപാണ് നമ്മുടെ ക്യാമ്പസിനകത്ത് SKNും ടീമും വരുന്നു എന്ന വിവരം അറിയുന്നത്. അന്ന് മുതൽ SKൻ്റെ SKN 40 ചാനൽ നിങ്ങളെപ്പോലെ ഞാനും നോക്കുന്നുണ്ട്. അതിനകത്തൊരു കമൻ്റ് ഉണ്ട്, ഇതൊക്കെ ചുമ്മാ ചാനൽ പ്രൊമോഷൻ എന്നാണെന്ന്. എനിക്കിവിടെ മനസ്സിലാവുന്നത്, കഴിഞ്ഞ ഇത്രയും ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇത് പഠിച്ച് നമ്മുടെ നാടൊന്ന് നന്നാവണമെന്ന ആത്മാർത്ഥമായ ചിന്തയിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്കിതിനെ മനസ്സിലാവുന്നത്. മിംഹാറിൻ്റെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ നമ്മൾ ഇത്രയും ആളുകളെ 20,000-ൽ പരം ആളുകളെ, വിവിധ തരം ലഹരികൾക്ക് അടിമപ്പെട്ട ആളുകളെ ട്രീറ്റ് ചെയ്തു എന്നൊരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു അറ്റംപ്റ്റിലൂടെ ഉണ്ടാവുന്നത് ഒരു നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ കൂടുന്നുണ്ടെങ്കിലും ഉപയോഗിക്കാത്ത ആളുകളുടെ എണ്ണമാണ് ഇപ്പോഴും കൂടുതലുള്ളത്. പ്രിവെൻഷൻ 3 രീതിയിലാണ്. ഉപയോഗിക്കാത്ത ആളുകൾ അത് ഉപയോഗിക്കാതിരിക്കാനുള്ള പ്രിവെൻഷനാണ് ഫസ്റ്റ്. ഈ SKN നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ വലിയ റിസൾട്ട് വരുന്നത് ഉപയോഗിക്കുന്നവർ നിർത്തും എന്നതിനപ്പുറത്തേക്ക് നമ്മളെപ്പോലെയുള്ള ഇതുവരെ ഉപയോഗിക്കാത്ത ഒരുപാട് ആളുകൾ ഇനിയും ഇത് ഉപയോഗിക്കാതെ നിൽക്കുമെന്നുള്ളതാണ്. അങ്ങനെ തന്നെ ആവൂലേ? അങ്ങനെ തന്നെ ആവണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു 10 വർഷം മുൻപ് സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഹൈവേയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ, ഈ ഹൈവേയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഒരു ലഹരിക്കടിമപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നത്, ചെയർമാന് തോന്നിയൊരു കാര്യം, നമുക്കും ഇതിലൊരു ചേഞ്ച് കൊണ്ടുവരണം, ഇവർക്ക് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മിംഹാർ സൈക്കാട്രിക് ഹോസ്പിറ്റൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചെയർമാൻ കൊണ്ടുവരുന്നതും. ഞാൻ പറയുന്നത്, ഇത്രയധികം SKN സൂചിപ്പിച്ചൊരു കാര്യം, ഇത്രയധികം MDMA പോലെയുള്ള രാസലഹരികൾ നമ്മുടെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഇത്രയധികം വ്യാപിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ലഹരി വന്നിട്ടുള്ളത് തെരുവിൽ നിന്നാണ്. തെരുവിൽ നിന്ന് വന്ന കാര്യം ഇപ്പോൾ തെരുവിൽ നിന്ന് കിട്ടുന്നു എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു മാസത്തിനിടയിൽ മിംഹാറിൽ മാത്രം അഡ്മിറ്റ് ചെയ്ത 50 പേരിൽ 12 പേർക്കും ആദ്യമായിട്ട് ലഹരി അവർ കാണുന്നത് തെരുവിൽ നിന്ന് നടന്നു പോകുമ്പോൾ ആരുടെ കീശയിൽ നിന്ന് കൊഴിഞ്ഞുപോയ ലഹരികളാണ്. അത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ലഹരി എത്ര കണ്ട് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ കീശയിൽ നിന്നൊരു 10 രൂപ കൊഴിഞ്ഞു പോയി, നമുക്കത് കിട്ടുന്നില്ല, ആവശ്യക്കാരുണ്ട് പണത്തിന്, അവരത് എടുക്കുന്നു എന്ന പോലെ കീശയിൽ നിന്നും കൊഴിഞ്ഞു പോയ ലഹരിയും തിരഞ്ഞിട്ട് കിട്ടുന്നില്ല. കാരണം അതിനും ആവശ്യക്കാരേറെയാണ്. ഇത്രമാത്രം നമ്മുടെ നാട്ടിൽ ലഹരി കൂടുന്നു. ഫ്രഞ്ചിലെ ഭിക്ഷാടകർക്ക് തോന്നിയ ഒരു ആശയമാണ് ഈ പുകയിലയുടെ ലീഫ് പൊടിച്ചു കഴിഞ്ഞാൽ അത് പേപ്പറിനകത്ത് ചുരുട്ടി വലിക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ തെരുവിൽ നിന്ന് തുടങ്ങിയ ഒരു ലഹരി ഇന്ന് തെരുവിൽ തന്നെ സുലഭമായി കിട്ടുന്നിടത്തേക്ക് ഇത് എത്തിയിരിക്കുന്നു. നമുക്കറിയാം, 2024 ജൂൺ 26 ലോകാരോഗ്യ സംഘടന പുറത്തു കൊണ്ടുവന്ന വേൾഡ് ഡ്രഗ് റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, ട്രെൻഡിങ് ആയിട്ടുള്ള ലഹരികളെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിലും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് രാസലഹരികളെ പറ്റി തന്നെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഡെത്ത് റേറ്റ് കൂടുതലുള്ളത് MDMA അല്ല. MDMA നമുക്ക് വലിയ പ്രശ്നമുള്ള ലഹരി തന്നെയാണ്. സിന്തറ്റിക് പോലെയുള്ള ലാബ് മെയ്ഡായിട്ടുള്ള ലഹരികൾ വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ നിലനിർത്തി തന്നെ പറയുന്നു. അതിനേക്കാൾ ഡെത്ത് റേറ്റ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നമുക്കിതൊന്നും കുഴപ്പമില്ല എന്ന് നമ്മൾ തന്നെ ഉള്ളുകൊണ്ട് മനസ്സിലാക്കിയുള്ള സിഗരറ്റ് കൊണ്ടാണ്. ഒരു വർഷം 80 ലക്ഷം ആളുകളാണ് സിഗരറ്റ് മാത്രം ഉപയോഗിച്ച് മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം. ഈ 80 ലക്ഷം എന്ന് പറയുമ്പോൾ 70 ലക്ഷം ആളുകൾ ഡയറക്റ്റ് ടൊബാക്കോ യൂസ് ചെയ്ത ആളുകളും 70 ലക്ഷം ആളുകൾ ജീവിതത്തിൽ ഒരു തവണ പോലും ലഹരി ഉപയോഗിക്കാത്ത ആളുകളാണ്. പിന്നെ 10 ലക്ഷം ആളുകൾ ഒരു തവണ പോലും ലഹരി ഉപയോഗിക്കാത്ത ആളുകളാണ് മരണപ്പെട്ടുള്ളത്. എങ്ങനെ മരിച്ചിട്ടുള്ളത്? സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളിൽ നിന്ന് വരുന്ന കാർബൺ മോണോക്സൈഡും മറ്റു രാസപദാർത്ഥങ്ങളും പുറത്തോട്ട്
പുറത്തു വിടുമ്പോൾ അത് ശ്വസിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം, അഥവാ സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളുടെ കൂടെ കിടന്നു, താമസിച്ചു, ജോലി ചെയ്തു, കുറേ ദൂരം യാത്ര ചെയ്തു എന്ന കാരണം കൊണ്ട് മരിക്കുന്ന ആളുകളുടെ എണ്ണം ലോകത്ത് 10 ലക്ഷം ആളുകളാണ് എന്നാണ് കണക്ക്. നമുക്കറിയാം, നമ്മുടെ കോവിഡ് സമയത്ത് 2 ലക്ഷം നവജാത ശിശുക്കളാണ് നമ്മുടെ വീടുകളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അക്കാലത്ത് നമുക്ക് ചികിത്സാ സൗകര്യം കുറവാണ്, അതല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം കുറവാണ്. പക്ഷേ 2020 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് അതൊന്നുമില്ല കാരണം. പിന്നെന്താ കാരണം? നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് സിഗരറ്റ് ഉപയോഗിക്കാൻ പുറത്തു പോകാൻ പറ്റാതിരിക്കുകയും വീട്ടിൽ നിന്ന് തന്നെ വലിച്ചൂതിയപ്പോൾ വീടിനകത്ത് പ്രസവിച്ച് വീണ 2 ലക്ഷം കുട്ടികളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന സമയം കളയുന്നില്ല. നമ്മുടെ മുൻപിൽ കാണുന്ന എല്ലാ ലഹരികളും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമാണ്. SKN ചെയ്യുന്ന ഈ യാത്രയുടെ കൂടെ മിംഹാറും ഇവിടെ പങ്കാളിയാവുകയാണ്. ചെയർമാൻ പ്രഖ്യാപിച്ച പോലെ SKN ഈ യാത്രയിലൂടെ നീളം ഏതൊക്കെ അമ്മമാർ, എത്ര ഉമ്മമാരാണോ അരികിൽ വന്നിട്ട് സങ്കടം പറഞ്ഞിട്ടുള്ളത്, അതിൽ നിന്ന് SKN തിരഞ്ഞെടുക്കുന്ന 24 ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞ പോലെ 24 പേരെ തിരഞ്ഞെടുക്കുന്ന 24 പേർക്ക് മഅദീൻ സൗജന്യ ചികിത്സ നൽകുന്നു. ഏകദേശം 22,000 പരം ആളുകൾക്ക് നമ്മൾ ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന്. ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻറ്ററിലോ സൈക്കാട്രി ഹോസ്പിറ്റലിലോ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് 65,000 രൂപയെങ്കിലും വരും. 24 പേരെ ചികിത്സിച്ച് നല്ലൊരു മനുഷ്യനാക്കി സമൂഹത്തിന് തിരിച്ചു കൊടുക്കണമെങ്കിൽ ചെയർമാന് മഅദീൻ അക്കാദമിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 15 ലക്ഷം രൂപയാണ്. അത്രയും രൂപ നമ്മൾ ഈ ഒരു സംരംഭത്തിന്, ഈ ഒരു പരിപാടിക്ക് ഒരു ഗിഫ്റ്റായിട്ട് നൽകിയിട്ടാണ് നമ്മൾ ഇവരെ വരവേൽക്കുന്നത് എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി ഈ ഒരു യാത്രയ്ക്ക് എല്ലാവിധ സന്തോഷവും അഭിനന്ദനവും അറിയിച്ച് നിർത്തുന്നു. താങ്ക് യു. Thank you for your wonderful gift actually, right? Okay, so Ma'adin Academy ഒരു DNA ആണ് നമ്മുടെ foreign language department. We have a Spanish department, Russian department, German department and Chinese and French and Arabic. അത് ഉസ്താദ് 3 തവണ UN-ൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അവിടെ വന്ന പുസ്തകം ചോദിക്കാറുണ്ട്, why not the best? ഈ ചോദ്യം കൂടുതൽ അനുഭവിക്കുന്നത് ഞാനാണ് ഉണ്ടാറ്. ഞങ്ങളുടെ ഗ്ലോബൽ റിലേഷൻ ഡയറക്ടർ ഉമർ മേൽമുറിയും അതുപോലെ തന്നെ ചെയർമാനും UN വിസിറ്റ് ചെയ്തപ്പോഴാണ് റഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായത്, ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായത്. For a part of being that part of this program, I request my Russian scholar. Anyone here? Russian department? Yeah, Sinan. Yeah, he's studying in Russia with Russian Open Scholarship now. He came for a leave here, sir. Здравствуйте, всем привет. В это время мы знаем, у нас нет много времени, поэтому я просто сказал 2 слова. Как мы знаем, скажи нет наркотикам и скажи да жизни. Эта жизнь очень важна за меня, поэтому эта жизнь вы просто один раз в семье и в наше имя, и наши друзья, и все. Спасибо большое. Okay. Then my Spanish research scholar Mohammed Nelikut. Anyone? Spanish? Yeah, Spanish. Hola, buenas tardes a todos. Primeramente, en primer lugar, quiero agradecer al equipo de 24 News y especialmente al señor SKN para esta gran iniciativa contra las drogas. Y las drogas no solo destruyen la vida, sino también solo los cuerpos, las familias, las sueños y todo lo que totalmente la vida. Y sin más ejemplos, y es decir, si decimos no a las drogas, es decir, sí a la vida. Y sin más preámbulos, agradezco su atención y concluyo mi discusión. Gracias y tengan buen día. Thank you. I request my team only 2 minutes for you. English department, anyone from English department? 2 minutes. If you take 1 minute, it will be happy. Okay. A very good afternoon to all. Thank you again, sir. Today, as a global community, we should recognize the growing impact of alcohol. So, my dear students, as a part of SKN, sir, we should know the growing impact of alcohol. Thank you, sir.
German Shafiq, you have less than 1 minute. Guten Abend, meine lieben Mentoren und Freunde. Es ist mir eine große Freude, unsere geschätzten Gäste SKN willkommen zu heißen. Drogen bieten vielleicht unsere diese Schule verbindet islamische Lehren. Vielen Dank. Auf Wiedersehen. Tschüss. Thank you so much. Arabic, anyone? Wasi, please come. مساء الخير. يسكن شخصية فزة فريدة لا مثالية، وهو نموذج رائع للجيل الجديد، وهو يقول في طول هذا السفر: أيها الشباب، للمخدرات وابدأ حياة جديدة. نعم، للحياة. شكرا جزيلا. Thank you so much. Now, ജീവിതം കഥ ഇതുവരെ ഓരോ പേജിൽ നിന്നും 1000 ആശയങ്ങളിലേക്കുള്ള കഥ ഉസ്താദിനെ മാതൃഭൂമിയുടെ ഗിരീഷ് കുമാർ 1 വർഷം ഇവിടെ വന്ന് ഉസ്താദിനെ പഠിച്ചു. അങ്ങനെയാണ് സ്പോർട്സ് റിപ്പോർട്ടറായ ഗിരീഷ് കുമാർ ഈ പുസ്തകം എഴുതിയത്. ഇത് എന്തുകൊണ്ട് ഗിരീഷ് കുമാർ എഴുതിയെന്ന് മനോഹരമായി ഇത് എഴുതിയിട്ടുണ്ട്. ഐ റിക്വസ്റ്റ് മൈ ചെയർമാൻ ടു ഹാൻഡ് ഓവർ വിത്ത് ലവ് ടു SKN. So. SKN ഒരു മിനിറ്റ്. നമ്മുടെ മദിൻ പോളിടെക്നിക്കിലെ നമ്മുടെ NSS വിദ്യാർത്ഥികളുടെ ഉപഹാരമായിട്ട് SKN ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. താമൊക്കെ വളരെ ദൂരെ നിന്നും കാണുന്ന വിജയ് കുമാർ സാറും ദീപക് സാറും ഒക്കെ ഇവിടെ ഉണ്ട്. എലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ലീവ് എടുത്ത് നമ്മളൊക്കെ കാണാറുണ്ട് വിജയ് കുമാർ സാറേയും അതുപോലെ തന്നെ SKNൻ്റെയും ആഷ്മിയുടെയും. ആഷ്മി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊക്കെ ലീവ് എടുത്ത് കാണാറുണ്ട് സത്യത്തിൽ. കാരണം ടപ്പ് എങ്ങനെയാണത്, ഇറ്റ്സ് എൻ അമേസിങ്, നോ വേർഡ്സ്, പിടിച്ചു നിർത്തുന്നത്. ധർമ്മട സാർ നമ്മളോട് സംസാരിക്കുന്നു. വിജയ് കുമാർ സാർ, യാ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എത്ര അനുഗ്രഹീതമായ ഒരു വൈകുന്നേരമാണ് ഞാൻ ഈ വലിയ ഒരു സ്ഥാപനത്തിൻ്റെ കലാലയത്തിൻ്റെ ഒരു പ്രധാന ഭാഗത്തിരിക്കുന്നത്. SKN ഇതിൻ്റെ വലിപ്പത്തെപ്പറ്റി സൂചിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഭൗതികമായ ഈ കെട്ടിടങ്ങളും വലിപ്പത്തിനെക്കാട്ടും അപ്പുറത്തേക്ക് ഈ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയമായ ഔന്നത്യം, അതാണ് ഈ വൈകുന്നേരം എന്നെ വലിയ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉദ്യമം അതിനൊക്കെ എത്രയോ നാൾ മുൻപ് വളരെ സമർത്ഥമായി ശാസ്ത്രീയമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നത് തന്നെ വലിയ സന്തോഷത്തിനിട നൽകുന്നത്. ഇവിടെ ഞാൻ വരുമ്പം എല്ലാ ഭാഷയിലും ലഹരിക്കെതിരെ പ്രതിജ്ഞ പ്ലക്കാർഡുകൾ ഇവിടെ കാണുകയായിരുന്നു. വളരെ ശരിയാണ്, ഇതിന് ഭാഷയില്ല, അതിർവരമ്പുകളില്ല, അതിരുകളില്ല. കാരണം ഇത് ലോകത്തെ ആകെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ലഹരി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കൊളംബിയൻ കാർട്ടൽ, മെക്സിക്കൻ കാർട്ടൽ എന്നൊക്കെയുള്ള. 433 ബില്യൺ US$ വാർഷിക വിറ്റുവരവാണ് ഈ ലഹരി മാഫിയയുടെ അന്താരാഷ്ട്ര മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ UN ഒരു ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. അവർ പറയുന്നത് ഈ പറയുന്ന കാർട്ടലുകൾ ഓരോ ദിവസവും ലഹരിയുടെ കമ്പോള വില പ്രസിദ്ധീകരിക്കും എന്നാണ് പറയുന്നത്. ഇന്ന് കൊക്കൈൻ എത്രയാണ് വില, ലോകത്തെ ഏറ്റവും വിലപിടിച്ച മെത്തഫെറ്റമിൻ എന്ന് പറയുന്ന ആ ഡ്രഗിൻ്റെ ഇന്നത്തെ വില എത്രയാണ്, എഫ്രിഡിൻ എന്ന് പറയുന്ന ആ ഡ്രഗിൻ്റെ വില എന്താണ് എന്ന് വിപണിയിൽ ഇങ്ങനെ പരസ്യപ്പെടുത്തി അതിൻ്റെ ആളുകളെ കണ്ടെത്തുന്ന തരത്തിൽ ഉള്ള വലിയ നെറ്റ്വർക്കുള്ള വലിയ കാർട്ടലുകളാണ്. അവർക്ക് ലോകത്തിൽ സർക്കാരുകളെ ഉണ്ടാക്കാൻ കഴിയും, അവർക്കെതിരെ നിൽക്കുന്ന സർക്കാരുകളെ ഇല്ലാതാക്കാൻ കഴിയും, അവർക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ, NGOകളെയൊക്കെ തകർക്കാൻ കഴിയും, കൊല്ലാൻ കഴിയും. അസാസിനേഷൻ എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യമാണ്. അങ്ങനെ ചെയർമാൻ വളരെ ഭംഗിയായി യാഥാർത്ഥ്യം പറഞ്ഞു. നമ്മൾ നേരിടുന്ന ആധുനിക മാനവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ലഹരി തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. ആ വലിയ ശത്രുവിനെതിരെയാണ് നമ്മൾ പോരാട്ടം നടത്തുന്നത്. ഈ കാർട്ടലുകളൊക്കെ ചെയ്യുന്നത് ഈ അട്ടിമറി അല്ലെങ്കിൽ ഇതിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടി ആളെ കണ്ടെത്തുക, അതിന് വിപണി കണ്ടെത്തുക, അതിന് പുതിയ മാനങ്ങൾ കണ്ടെത്തുക, ഇതൊക്കെയാണ് ഈ കൊളംബിയൻ കാർട്ടൽ. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ കാർട്ടലുകളെ പറ്റി പഠിച്ചിട്ട് ചെയ്തതാണ്. അമേരിക്ക ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ഇതുപോലെ ഒരു ഗ്രൂപ്പിനെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി. ആദ്യമായാണ് ഈ ലഹരി സംഘങ്ങളെ അത്തരം ടെറർ ഓർഗനൈസേഷനൊക്കെ ആയി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ നിലയിലാണ് ആ വിപത്തിനെ
ലോകം അഭിമുഖീകരിക്കുന്നത്. ഇത് നമ്മളുടെ കേരളത്തിൻ്റെയോ നമ്മളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയുടെ പ്രശ്നമല്ല, ലോകമാകെ ഇതിൻ്റെ വലിയ ഭവിഷ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, നമ്മൾ നേരിടുന്നത് ചെറിയ ശത്രുവിനെയല്ല, വലിയ 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 ശത്രുവിനെയാണ്. അവർക്ക് അവരുടെ കൈകളിൽ ഇല്ലാത്തതായി ഒന്നുമില്ല, അവരുടെ കൈകളിൽ എല്ലാ ആയുധവുമുണ്ട്, പണമുണ്ട്, അവർക്ക് നമ്മളെയൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും. എത്ര സർക്കാരുകളെ അവർ എവിടെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവരുടെ ലഹരി കച്ചവടത്തിന് സഹായം നൽകാൻ. എത്ര ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ അവർ എവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ കച്ചവടത്തിന് കളമൊരുക്കാൻ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരമൊരു ഗ്രൂപ്പിനെതിരെയാണ് നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത്. അപ്പോൾ ആ പോരാട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ഒറ്റ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, നമ്മളൊക്കെ ഓരോ പടയാളികളാവുക. നമ്മളൊക്കെ ഓരോ പോലീസും പട്ടാളവും എന്താണ് ആർമിയും സർക്കാരും ഒക്കെയായി മാറുക. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇതിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് മാത്രമല്ല, നമ്മളുടെ ചുറ്റുപാടും ഇതില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയും. അപ്പോൾ ഒന്ന് ആലോചിക്കൂ, നമ്മൾ ഓരോരുത്തരും ഓരോ പടയാളി, ഒരു പോരാളിയായി മാറിയാൽ നമുക്ക് ഈ നിലയിൽ ഇതിനെ നേരിടാൻ കഴിയും. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇതിന് കുറുക്കുവഴികളില്ല. കുറുക്കുവഴിയിലൂടെ ഇതിനെ നേരിടാൻ പറ്റുന്ന ആ സാഹചര്യമൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് വളർന്നു കഴിഞ്ഞു. 4 വയസ്സുകാരൻ ലഹരിക്ക് അടിമയായ കഥ ഞങ്ങളോടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയായിരുന്നു. 14 വയസ്സുള്ള ഒരു പയ്യൻ 30 വയസ്സുള്ള ഒരു ചേട്ടനെ കത്തികൊണ്ട് ഈ ഡിസംബർ 31 തേക്കിൻകാട് മൈതാനത്ത് കുത്തി വീഴ്ത്തുകയാണ്. അവൻ ലഹരിക്ക് അടിമയാണ്. 14 വയസ്സുള്ള, അവൻ്റെ കയ്യിൽ എപ്പോഴും ആയുധമുണ്ട്. വീട്ടിലൊരു കുഞ്ഞ് പിറന്നപ്പോൾ ആ കുഞ്ഞ് പിറന്നതിൻ്റെ ആഘോഷം നടത്തിയത് പായസം വെച്ചോ ലഡു വിതരണം ചെയ്തല്ല, ലഹരി പാർട്ടി നടത്തിയാണ്. 2 ആഴ്ച മുമ്പ് നമ്മളുടെ കൊല്ലത്ത് നടന്നതാണ്, പത്തനാപുരത്ത് നടന്നതാണ്. റിപ്പോർട്ട് ചെയ്തു മാധ്യമങ്ങൾ. 4 പേര് പിടിയിലായി. ഒരാളുടെ പ്രായം 35, ബാക്കി മുഴുവൻ 22, 23 വയസ്സുള്ള ആളുകളാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി അത് ആഘോഷിച്ചത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്കൂളിൽ മദ്യം വിതരണം ചെയ്ത് മദ്യക്കുപ്പികളുമായി സ്കൂളിലെത്തിയാണ്. 15 വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മദ്യം വാങ്ങിക്കാൻ കഴിയുക? ഇതാണ് നമ്മുടെ സാഹചര്യം. നമ്മളുടെ താഴെത്തട്ടിലേക്ക് ഈ രാസലഹരിയും മറ്റെല്ലാ ലഹരികളും എത്തിയിട്ടുണ്ട്. ഞങ്ങളോട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കേരള ചാപ്റ്ററിൻ്റെ ചെയർമാനായിരുന്ന ഡോക്ടർ സുൽഫി നൂഹ് പറയുകയായിരുന്നു, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അംഗമായി കഴിഞ്ഞാൽ നമ്മൾ 4 ഡോട്ട് ഇട്ടാൽ നമ്മൾ ഏത് ലഹരിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നത് ആ വിതരണക്കാരനറിയാം. അവൻ നമ്മളുടെ വീട്ടിൽ കൊണ്ടുതരും. എന്ന് വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ പിന്നെ പൈസ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഈ നിലയിൽ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ സ്കൂൾ മുറ്റത്ത് വീടുകളിലൊക്കെ ഈ സംഗതികൾ എത്തുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോയപ്പോൾ പറയായിരുന്നു, ഈ PTA മീറ്റിങ്ങിലൊക്കെ എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കണം. സാധാരണ സ്കൂൾ ബസ്സിൻ്റെ ഗുണനിലവാരമില്ല, സ്കൂളിൽ കസേരയില്ല, ബെഞ്ചില്ല, മതിലില്ലെന്നൊക്കെ പറയാനാണല്ലോ നമ്മൾ PTA മീറ്റിങ്ങിന് പോകുന്നത്. അത് പോയാലായി. ഇനി അങ്ങനെയല്ല, ഉറപ്പായും നമ്മൾ ആ PTA മീറ്റിങ്ങുകളിൽ പോയി ആ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയണം. പറ്റുമെങ്കിൽ അവിടുത്തെ ആ പ്രാദേശിക ആ പോലീസ് സ്റ്റേഷനിലെ SHOയെ കൂടി ആ PTA മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കണം. എക്സൈസ് ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിക്കണം. അപ്പോൾ വീട്ടിലുള്ളവർക്ക് കൂടി ബോധവൽക്കരണം വേണം. ഇനിയിപ്പോൾ ഈ കുട്ടികളെ നമ്മളിങ്ങനെ ചൂണ്ടി നിർത്തണം എന്നൊന്നുമല്ല, അവരുമായി നമ്മൾ സംസാരിക്കണം. സ്കൂളിലെ വിഷയങ്ങൾ, അവരുടെ വിശേഷങ്ങൾ ഒക്കെ പങ്കുവയ്ക്കണം. ആ നിലയിൽ ജനാധിപത്യപരമായി നമ്മളുടെ വീടുകൾക്കകം കൂടി മാറേണ്ടതുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്ന തരത്തിലേക്ക് നമ്മളുടെ വീട്ടകങ്ങൾ മാറണം. അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്, പക്ഷേ അതൊക്കെ മാറി. ഓരോ വ്യക്തിയും ഓരോ തുരുത്തായി വീട്ടിൽ ഓരോ മുറിയിൽ കഴിയുന്ന അവസ്ഥ ഒക്കെയുണ്ട്. അതൊക്കെയാണ് ഇതിന് കാരണം. നമ്മൾ ഇതിൻ്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമുക്കൊക്കെ രക്ഷിതാക്കൾക്കൊക്കെ അതിൽ പങ്കുണ്ട്, സമൂഹത്തിന് പങ്കുണ്ട്. അസ്വസ്ഥരാണ്, ഫ്രസ്ട്രേറ്റഡാണ് നമ്മളുടെ മക്കളെന്നാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ നമ്മളോട് പറഞ്ഞു. എന്താണ് അസ്വസ്ഥത എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം അത് സാമൂഹിക കാരണങ്ങൾ തന്നെയാണ്, സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അതിന് കാരണം. അത്തരം കാരണങ്ങൾ കൂടി കണ്ടുപിടിച്ച് അതിനുകൂടിയുള്ള ചികിത്സയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. അപ്പോൾ ഈ പോരാട്ടത്തിന് നിങ്ങൾ ഓരോരുത്തരും ഓരോ പടയാളികളാകും, പോരാളികളാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വലിയൊരു ഊർജ്ജമാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ഊർജ്ജം ഞങ്ങളുടെ ഇനിയുള്ള യാത്രകളിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കും. അതിനുതകുന്ന തരത്തിൽ ഇതുപോലെ ഒരു വേദി ഒരുക്കിയ എല്ലാ സുമനസ്സുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി. മനോഹരമായ വാക്കുകൾ. പോരാടണം, ചുറ്റുപാടുകളിൽ നിന്നിത് ഒഴിവാവണം. വലിയ സമരം തുടങ്ങി വെച്ച SKൻ്റെ പടയാളികളായി നമ്മളൊക്കെ മാറണം എന്ന മഹത്തായ വാക്കുകൾക്ക് താങ്ക് യു. ദീപക് ധർമ്മട് ഇവിടെ ഉണ്ട്. ഞാൻ 8ാം ക്ലാസ്സിലെ എൻ്റെ മലയാളത്തിലെ അധ്യാപകൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു പേര് പറയാൻ പറഞ്ഞപ്പോൾ ദീപക് ധർമ്മടത്തെ കുറിച്ച് കുട്ടികൾ എഴുതിയിട്ടുണ്ട്. സോറി, ഇന്ന് ആ കുട്ടികൾ ഇവിടെ ഇല്ല, വെക്കേഷൻ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഈ 6000 കുട്ടികൾ ഈ ക്യാമ്പസിൽ നിൽക്കുമ്പോൾ ധർമ്മടത്തെ കാണാനുള്ള കുട്ടി എവിടെയോ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ധർമ്മടം. യു ക്യാൻ സെൻഡ്. താങ്ക് യു. വെരി ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. അസ്സലാമു അലൈക്കും.
മതപരമായി മയക്കുമരുന്ന് വിലക്കിയത് വളരെ കൃത്യമായി ഖുറാനിലെ 5-ാം അധ്യായത്തിലെ 90-ാം ആയത്തിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് ഇസ്ലാം അനുഷ്ഠിക്കുന്ന എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അതിനൊരു കാവലാളായി പ്രവർത്തിക്കുന്ന 2 മതനേതാക്കൾ നമുക്കിടയിലുണ്ട്. അതിലൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളും മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദുമാണ്. അവരുടെ പ്രസംഗത്തിൽ ഞാൻ ഈ പെരുന്നാളിന് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മാസപ്പിറവി കാണുന്ന ലൈവ് പ്ലാൻ ചെയ്തു. കാന്തപുരം ഉസ്താദും സംസാരിച്ചത് ലഹരിക്കെതിരെയാണ്. ഒപ്പം പറയുകയും ചെയ്തു SKൻ്റെ യാത്ര വിജയിക്കട്ടെ എന്ന്. ഇവിടെ നിന്ന് നമ്മുടെ സമീർ ബിൻ കരീമായിരുന്നു ഇവിടുത്തെ ലൈവിൽ. ഖലീൽ തങ്ങളും പറഞ്ഞത് ലഹരിക്കെതിരെയാണ്. ഒപ്പം അദ്ദേഹം പറഞ്ഞു കുടുംബമാകണം ലഹരി എന്നുള്ളത്. SKനും ഖലീൽ തങ്ങളും തമ്മിൽ വലിയ അടുപ്പമില്ലെങ്കിലും വലിയ സാമ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലബാറിലെ ഈ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ റിപ്പോർട്ടർമാർ, നമ്മുടെ മലപ്പുറത്തെ നമ്മുടെ പടക്കുതിരകൾ വിപിൻ സി വിജയനോടും സമീർ കരീമിനോടൊക്കെ മദീൻ അക്കാദമി ഉണ്ടായാൽ നല്ലതാണ്, കോഴിക്കോട് മർക്കസ് ഉണ്ടായാൽ നല്ലതാണ് എന്ന് പറയാൻ കാരണം ഈ രംഗത്ത് നിശബ്ദമായ വിപ്ലവം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് വെറും ഭംഗിവാക്ക് പറയുന്നതല്ല. 22,000 പേരെ ഇതിനകം നർക്കോട്ടിക് ചികിത്സ, ഡി അഡിക്ഷൻ ചികിത്സ നടത്തി നല്ല ജീവിതത്തിലേക്ക് ഇവിടെയുള്ള ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് അതൊരു നിശബ്ദ വിപ്ലവം തന്നെയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ അവസാനം സംസാരിക്കാമെന്ന് പറഞ്ഞത് നിങ്ങളോട് നന്ദി പറയാൻ കൂടിയാണ്. ഞങ്ങളിപ്പോൾ ഏറ്റെടുത്ത ദൗത്യം, ആ ദൗത്യം വിജയിപ്പിക്കാൻ നിങ്ങൾ നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളത് വലിയ കരുത്താണ്. കാരണം നിങ്ങളൊരു 10-18 വർഷത്തിലേറെയായി ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അത് കൃത്യമായി നടപ്പിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹകരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഊർജ്ജമാണ്, അത് വലിയ ശക്തിയാണ്. ഇനി നിങ്ങളോട് പറയാനുള്ളത് 20-ാം തീയതി SKN പറഞ്ഞു കഴിഞ്ഞു. 20-ാം തീയതി അറബിക്കടലിൻ്റെ തീരത്ത് നിന്നും നമ്മൾ ഡ്രഗ്സിനോട് കപ്പൽ കയറാൻ പറയുകയാണ്. ചരിത്രം ഉറങ്ങുന്ന നിരവധി ചരിത്രപരമായ വിപ്ലവങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും ഉറങ്ങുന്ന കോഴിക്കോട് ഫ്രീഡം സ്ക്വയറിൽ നിന്നാണ് നമ്മളത് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂയോടുകൂടിയായിരുന്നു ഈ യാത്ര SKN ആരംഭിച്ചത്. അന്ന് മുഖ്യമന്ത്രിയോട് SKN പറഞ്ഞൊരു വാക്ക്, ഞങ്ങളുടെ യാത്രയിൽ ഒരു ഗവേഷണ വിഭാഗമുണ്ടാകും, അവർ രഹസ്യമായ വിവരങ്ങൾ ശേഖരിക്കും, ആ രഹസ്യമായ വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. മുഖ്യമന്ത്രി ഇങ്ങോട്ട് അവസാനം പറഞ്ഞു, ആ റിപ്പോർട്ട് എനിക്ക് തരണം, അത് ഞാൻ പരിശോധിച്ച് നടപടിയെടുക്കും. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ ഒരു വാക്ക് പിന്നീട് അദ്ദേഹം പാലിച്ചു. അദ്ദേഹം ലഹരിക്കെതിരെ ആഴ്ചയിൽ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി തുടങ്ങി. നമുക്ക് ഈ യാത്രയുടെ സമാപനത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച്, എനിക്ക് ഉള്ള റിക്വസ്റ്റ്, ഏതാണ്ട് 22,000-ലേറെ വിദ്യാർത്ഥികളുള്ള സ്ഥാപനമാണ്. CBSEയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനുള്ള ഇന്ത്യയിലെ വിദ്യാലയം മദീന സ്കൂളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും കോഴിക്കോട് കടപ്പുറത്തേക്ക് 20-ാം തീയതി വൈകുന്നേരത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി 24 ടീമിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ എല്ലാം നേടിയെടുക്കാം. ടീം എന്നതിൻ്റെ ഫുൾ ഫോം തന്നെ ടുഗദർ എവരിവൺ അച്ചീവ് മോർ. ടുഗദർ എവരിവൺ അച്ചീവ് മോർ എന്നാണ് ധർമ്മഠം നമ്മളോട് പറഞ്ഞ വലിയ മെസ്സേജ്. ഈ പ്രോഗ്രാമിൻ്റെ ബ്രെയിൻ, 2 ബ്രെയിനുകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ PRO ഖാലിദ് സഖാഫിയും ഞങ്ങളുടെ ഗ്ലോബൽ റിലേഷൻ ഡയറക്ടർ ഉമർ മേൽമുറിയും ടീമുമൊക്കെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ക്ലോസിംഗ് നോട്ടിന് വേണ്ടി ഞങ്ങളുടെ ഇൻ്റർനാഷണൽ റിലേഷൻ ഡയറക്ടറും ഉസ്താദിൻ്റെ കൂടെ 65 രാജ്യങ്ങളിൽ പോകാൻ ഭാഗ്യം ലഭിച്ച ഉമർ മേൽമുറിയുണ്ട്. ഉസ്താദിൻ്റെ ഗ്ലോബൽ സ്റ്റെപ്സിനെ കുറിച്ച് പറയാനുമൊക്കെ സമയമില്ലാത്തതുകൊണ്ട് how the projects are coming, but I humbly request my global relation director Umar Melmuri to wind up this session with closing note. Thank you. സംസാരിക്കുന്നില്ല. SKNനോട് ഒരു കാര്യം, ഒരു ഓഫർ കൂടി ഞങ്ങൾക്കുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോട് സമാപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലഹരി വേണ്ട എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകളോട് 9 ഭാഷയിൽ പറയാൻ നമ്മുടെ കുട്ടികൾ റെഡിയാണ്. ഏത് സമയത്തും നമ്മൾ തയ്യാറാണ്. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമായത്. അതിനിടയിൽ നമ്മുടെ ഡയറക്ടർ ഒരു കാര്യം പറഞ്ഞത്, ചില ആളുകളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും ഇത് ചാനലിന് റേറ്റിംഗ് വർദ്ധിപ്പിക്കാനാണ്. ഞാൻ ഈ കഴിഞ്ഞ 40 കൊല്ലക്കാലത്ത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചില ആളുകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളത് ശ്രദ്ധിക്കാൻ പോലും പോകാൻ പാടില്ല. നമ്മുടെ ഒന്നും ചെയ്യാനില്ലാത്തവരാണ് ഇങ്ങനെയുള്ള, അവർക്ക് ചങ്കെടുത്ത് കാണിച്ചാലും വാടനാരാന്ന് പറയും. അപ്പോൾ അവരെ നമ്മൾ അവഗണിക്കുക. കാര്യം നമ്മുടെ വിലപ്പെട്ട സമയം കെടുത്തിക്കളയും ഈ ചട്ടകൾ, അല്ലേ? അതുകൊണ്ട് നമ്മൾ അവഗണിച്ച് കളയുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സ്പാനിഷിലും റഷ്യയിലും ഒക്കെ സംസാരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
ഞാൻ ഏഷ്യാനെറ്റിൽ ഒരുപാട് കാലം ജോലി ചെയ്ത ആളാണ്. എൻ്റെ ഏറ്റവും എനിക്ക് ആദരവുള്ള അവിടുത്തെ ഒരു ചെയർമാനുണ്ട്, ഡോക്ടർ റെജി മേനൻ. അത് എന്നെ വട്ടളക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ എന്നോട് റഷ്യനിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നല്ല മലയാളത്തിൽ മറുപടിയും പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ വിചാരിച്ചു എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലും ഞാൻ ആസ്വദിക്കില്ല, മാർഗ്ഗമില്ല, റഷ്യൻ അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ എന്തായാലും താങ്ക് യു. ആക്ച്വലി യു സർപ്രൈസ്ഡ് അസ്. ഔപചാരികമായ നന്ദി വാക്കുകളില്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും SKN മാത്രമല്ല, SKNൻ്റെ കൂടെ വന്നിട്ടുള്ള ഇന്നലെ മുതൽ ഈ ക്യാമ്പസിൽ വന്ന് ടെക്നിക്കൽ ടീം, ഇതിൻ്റെ പ്ലാനിങ്, കോർഡിനേഷൻ, പ്രത്യേകിച്ചും SKNൻ്റെ വൈഫ് ഉഷ മാം ഇവിടെയുണ്ട്. അവരെ ഇടയ്ക്കുള്ള ടീം SKN മുഴുവനായിട്ട് നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ വെക്കേഷനാണ്, എന്നിട്ടും നമ്മുടെ വിവിധ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾ ഇവിടെ എത്തി. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. അപ്പോൾ നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ യാത്രയിൽ നമ്മളൊരു ലഹരിക്കെതിരായിട്ടൊരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. ആ പ്രതിജ്ഞ ചൊല്ലി നമ്മൾ വിജയകുമാറിന് ഈ പുസ്തകം വായിച്ച് പഠിക്കൂ. ഉസ്താദിന് തോന്നിക്കാണും വിജയകുമാർ എന്താ പഠിക്കേണ്ട ആളാണ്. ഞാൻ SKNോട് പറയുന്നു, യു ഹാവ് എ വണ്ടർഫുൾ ടീം. ഒന്നിനൊന്ന് മെച്ചമാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റ് ടീം. ദാറ്റ് യുനോ ചാനൽ ഇതിന് നമ്പർ വേണ്ടിയല്ല ഈ പരിപാടി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നമ്മുടെ ഈ 24-ലും ഫ്ലവേഴ്സിലുള്ള ആൾക്കാരൊക്കെ അവർ കമ്മിറ്റഡാണ്. ഒരു കോസിന് ഇറങ്ങിയാൽ ഇതൊരു മിഷൻ പോലെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ മിഷൻ്റെ അവസാനം ഈ ലാസ്റ്റ് വിൽപ്പനക്കാരൻ്റെ ഊരയ്ക്ക് നല്ല അടിയും കൊടുത്ത് വിടുന്നത് വരെ നമ്മൾ ഒന്നിച്ചുണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അപ്പം ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ നമ്മളൊരു പ്രതിജ്ഞ എടുക്കും. അത് ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. കാര്യം ഒരു പുതിയ കുട്ടി പോലും ഇനി ലഹരിക്ക് അടിമയാകരുത്. അതാണ് നമ്മുടെ ആഗ്രഹം. മാത്രമല്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതൊരു വലിയ സ്ഥാപനമാണ്. ഈ സ്ഥാപനം ഇദ്ദേഹത്തെ പോലെ എത്രയോ ദാർശനികന്മാരുടെ ചിന്തയിലാണ് ഇത്തരമൊരു സ്ഥാപനം പിറവിയെടുത്തത്. ഇവിടെ പക്ഷേ ഒരു ലഹരിക്കാരനുണ്ടായാൽ മതി, ഈ സ്ഥലത്തേക്ക് നമ്മുടെ എക്സൈസ് വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും റെയ്ഡുമായി കടന്നു വരും. ഈ സ്ഥാപനത്തിൻ്റെ അന്തസ്സും ഈ സ്ഥാപനം ഉയർത്തിയ ആഗോള പ്രശസ്തിയും ഒക്കെ തച്ച് തകർക്കപ്പെടും. ഒരാൾ മതി. അത് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഇരിക്കണം. ഒറ്റയാൾ വഴിതെറ്റിയാൽ 35,000 പേര് വഴിതെറ്റുന്നതിനും 3,50,000 ആളുകളെ വഴിതെറ്റുന്നതിനും തുല്യമാകും. അപ്പം നമ്മൾ വിജയകുമാർ പ്രതിജ്ഞ വായിക്കും. റെഡിയല്ലേ? ലഹരി വിരുദ്ധ പ്രതിജ്ഞ. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെപ്പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. നമ്മുടെ ദേവക്കൊള്ളയിലെ കുട്ടികളുണ്ടോ? നമ്മുടെ കയ്യിലുണ്ടല്ലേ? ഇനി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ചെയർമാന് വേണ്ടി കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുകയാണ്. നിങ്ങൾ കാണുന്നൊരു ചെറിയ ഗിഫ്റ്റല്ലേ, ഇതിൻ്റെ മോഹവില 500 കോടി രൂപ വരും. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് തിരുവനന്തപുരം മാർക്കറ്റിൽ 350 രൂപയാണ്. ഓക്കെ, നാളെ മുതൽ നമ്മുടെ ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായരൊക്കെ കാണുമ്പോൾ അങ്ങ് ഇതിലായിരിക്കും ചായ കുടിക്കുക. അങ്ങയുടെ ആരോഗ്യം 60 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ കാലം അതെ, നമ്മുടെ ഡയറക്ടർ അങ്ങ് ഇതിലേ കുടിക്കാവൂ. ഒരുപാട് കാലം ജീവിക്കണം. ഓക്കെ, അടുത്ത 20-ാം തീയതി കേരളം കാണുന്ന ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ ഒരു യുദ്ധം തന്നെയായിരിക്കും, ഒരു സമരം തന്നെയായിരിക്കും, ഒരു പ്രഖ്യാപന സമ്മേളനമാണ്. അതിൽ ഈ സ്ഥാപനത്തിലെ അധ്യാപികമാർ, വിദ്യാർത്ഥികളിൽ നിന്ന്
എത്രത്തോളം പങ്കെടുപ്പിക്കാൻ കഴിയുമോ അത്രയും ഞങ്ങൾ അവിടെ സംഘടിപ്പിക്കും. അത് വൻ വിജയമാക്കേണ്ട ഞങ്ങളുടെ കൂടി ആവശ്യമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. താങ്ക് യു ഉസ്താദ്. ഉസ്താദ് വളരെ ഭംഗിയായി ഞങ്ങൾക്ക് വേണ്ടി ആ പിന്തുണ തന്നു. SKNൻ്റെ റിക്വസ്റ്റിനെ അത് അത്രയും വില മതിക്കുന്നു ഞങ്ങൾ. താങ്ക് യു. വിവിധ ഭാഷയിലെ കുട്ടികൾ who presented in various language, please come on stage. Spanish, British, Arabi. അവർക്കുള്ള സ്നേഹോപഹാരമാണ് SKN നൽകുന്നത്. വിവിധ ഭാഷകളിൽ ലഹരിക്കെതിരെ സംസാരിച്ച കുട്ടികൾക്കുള്ള 24ൻ്റെ സ്നേഹോപഹാരം. താങ്ക് യു. അടുത്തതായി എല്ലാവരും എഴുന്നേറ്റുക. നാഷണൽ ആന്തം, ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे